അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അൻസാരി സുഹരി എന്നറിയപ്പെടുന്ന മുസ്ലിയാരെയും മുജാഹിദ് ബാലുശ്ശേരി നടത്തിയ ഒരു സംസാരത്തിന് മറുപടി എന്ന രീതിയിൽ ഒരു വീഡിയോ ഇറക്കി. അതിന് മറുപടിയായിക്കൊണ്ട് ചില തെളിവുകൾ കാണിച്ചുകൊണ്ട് ഈ ഉള്ളവൻ സംസാരിക്കുകയുണ്ടായി. ആ സംസാരത്തിൽ ഞാൻ മുജാഹിദ് ബാലുശ്ശേരി നടത്തിയ പ്രഭാഷണത്തിൽ ബാലുശ്ശേരി പറഞ്ഞ കാര്യങ്ങൾക്ക് തെളിവുകൾ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഞങ്ങൾ ഹാജരാക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആ തെളിവുകളൊക്കെ ചോദിച്ചുകൊണ്ട് ഹാരിസ് മദനി എന്നറിയപ്പെടുന്ന AP സമസ്തയിലെ ഒരു പണ്ഡിതൻ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം എന്നോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ ആരാണെന്ന് അറിയണ്ടേ? അദ്ദേഹം തന്നെ അത് പറഞ്ഞത്. ഈ പറഞ്ഞ സംസാരിക്കുന്ന ആളുടെ പേര് റമീൽ എന്നാണ്, റമീൽ അബ്ദുള്ള. റമീലെ, അതൊന്ന് കാണിച്ചു തരണം. എന്തും കാണിക്കാൻ തയ്യാറാണെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മുജാഹിദ് ബാലുശ്ശേരി നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിന്റെ തെളിവുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് തരാമെന്ന് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ ചോദിച്ചോളൂ, ഞങ്ങൾ തെളിവുകൾ കാണിച്ചു തരും. അങ്ങനെ അൻസാരി സുഹരിയും ആദ്യമായി വഹാബികൾക്കെതിരെ അദ്ദേഹത്തിന്റെ മീഡിയയിലൂടെ സംസാരിച്ചിരിക്കുകയാണ്. AP സമസ്തക്കാരനായ അൻസാരി സുഹരി ആദ്യമായി വഹാബികൾക്ക് മറുപടി പറഞ്ഞിരിക്കുകയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കേൾക്കുന്ന ആളുകൾക്ക് ആശ്ചര്യം തോന്നുന്നില്ലേ? ഊണിലും ഉറക്കിലും മുജാഹിദ് വിദ്വേഷം കുത്തിനിറച്ച് സ്റ്റേജായ സ്റ്റേജിലും പേജായ പേജിലും മുജാഹിദുകൾക്കെതിരെ പച്ച നുണകൾ നിരന്തരം വെച്ച് കാച്ചുന്ന പുരോഹിതന്മാർക്കിടയിൽ നിന്ന് ഒരു മുസ്ലിയാര് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരംഗമാകുന്നു. ആ മുസ്ലിയാര് ഇന്നേ വരെ മുജാഹിദുകൾക്കെതിരെ ഒരു വീഡിയോയും ചെയ്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നുന്നില്ലേ? എന്നാൽ ഹാരിസ് മദനി പറയാൻ മറന്നുപോയ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരാം. നിങ്ങൾ ഒന്നുകൂടെ ഞെട്ടിക്കോളൂ. ഈ പറയുന്ന സുഹരി സമസ്തക്കാർക്കിടയിലുള്ള ആത്മീയ ചൂഷണത്തിനെതിരെയും അതുപോലെ തന്നെ ചില കറാമത്ത് എന്ന പേരിൽ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെയൊക്കെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വഹാബികൾക്കെതിരെ പ്രതികരിക്കാനുള്ളതിന്റെ കാരണം ഇതാണ്. മുജാഹിദ് ബാലുശ്ശേരി നന്നായി സമസ്തക്കാർക്കിടയിലുള്ള അന്ധവിശ്വാസങ്ങളെയും അതിവാദങ്ങളെയും തുറന്നടിച്ച് കാണിച്ചു. മക്കാ മുശ്രിക്കുകൾക്ക് പോലും ഇല്ലാത്ത ചില വാദങ്ങൾ ഉന്നയിക്കുന്ന പുരോഹിതന്മാരെ തുറന്നടിച്ച് കാണിച്ചു. ആ പ്രഭാഷണത്തിന്റെ ഏതാനും ചില ഭാഗങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ അൻസാരി സുഹരിക്ക് അയച്ചു കൊടുത്തു. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഹാരിസ് മദനിയല്ല, ഹാരിസ് മദനിയെ പോലെയുള്ള ചില മുസ്ലിയാക്കന്മാർ അയച്ചു കൊടുത്തിട്ട് ഇതിനെക്കുറിച്ചും ഒന്ന് പറയണം എന്ന് പറഞ്ഞു പ്രഷറാക്കിക്കൊണ്ട് സംസാരിച്ചതാണ് എന്ന് എനിക്ക് ന്യായമായും സംശയമാണ്. കാരണം അദ്ദേഹം ഇന്നേ വരെ മുജാഹിദുകൾക്കെതിരെ വീഡിയോ ചെയ്തില്ല എന്നല്ലേ പറഞ്ഞത്? സെലഫികൾക്കെതിരെ അദ്ദേഹം വീഡിയോ ചെയ്തില്ലല്ലോ. സമസ്തക്കാർക്കിടയിലുള്ള ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമാണ്, പ്രഷർ ഉണ്ടാകും. മുജാഹിദ് ബാലുശ്ശേരി എന്ന വൃത്തികെട്ട നാവിന്റെ ഉടമയായ ഒരാൾ പച്ച നുണ എങ്ങനെയും വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരാൾ. ഹാരിസ് മദനി ഇവിടെ പറഞ്ഞ രണ്ട് കാര്യം, ഒന്ന് പച്ച നുണ, വൃത്തികെട്ട നാവിന്റെ ഉടമ. ഈ രണ്ട് ഡയലോഗും നിങ്ങൾ എവിടെന്നാ എടുത്തത് ഹാരിസ് മദനി? ഞങ്ങൾ വേറെയും കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായ സഖാഫി ബിരുദമൊക്കെ നേടിയ ഒരു മുസ്ലിയാരുണ്ട്. ഇവനെക്കാളും ലക്ഷണം കെട്ടവൻ, ഇവനെക്കാളും നശിച്ച നാവിന്റെ ഉടമ ഈ ഉലകത്തിൽ മറ്റാരുണ്ട്? അല്ലാഹു ആ ദജ്ജാലിന്റെ ശർറിൽ നിന്ന് ഈ ഉമ്മത്തിന് കാവല് നൽകട്ടെ. തൊഴിയൂർ സഖാഫി പറയുന്നത് നിങ്ങളുടെ പേരോട് സഖാഫിയെ കുറിച്ചാണ്. അപ്പോൾ ഹാരിസ് മദനിക്ക് വൃത്തികെട്ട നാവ് ഏതായാലും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആ പച്ച നുണയും കൂടിയും കേൾക്കും. അള്ളാഹുവിന്റെ ദീന് ഹക്കായി പറഞ്ഞ ആളുകളെയും ആ ശരിയായ ദീനിന്റെ വാഹകരെയും ആരെയൊക്കെ നിങ്ങൾ ഇവിടെ വ്യാജന്മാരാക്കിയിട്ടുണ്ടോ, കള്ളന്മാരാക്കിയിട്ടുണ്ടോ, ആ പണി ഇവിടെ കേരളത്തിൽ നടക്കൂല. അത് പച്ച നുണ വിളിച്ചു പറയാം. നുണ അതിന് പ്രായമുള്ളവരും കണക്കാണ്, ചെറുപ്പക്കാരും കണക്കാര്. കുല്ലുഹും മജ്മഉൻ നുണ പറയാനായിട്ട് ഇഹ്റാം കെട്ടി ഇറങ്ങിക്കുന്നു. ഇപ്പൊ ഇവിടെ നുണ പറഞ്ഞൊരു ചങ്ങായിണ്ട് കാര്യമായിട്ട്. അതാ കീശേരിക്കാരനാ, ഒരു പ്രായമുള്ള ചങ്ങായി. അയാളെ അടവൊക്കെ തെറ്റി സേട്ട് പിടിച്ചോണ്ടാനയക്കണെന്ന്. ഇനി നിരക്ക ഒന്നും ബാക്കിയില്ല. അപ്പോ ഹാരിസ് മദനിക്ക് ഈ കാര്യങ്ങളൊക്കെ എവിടെന്നാ കിട്ടിയതെന്ന് മനസ്സിലായല്ലോ. പച്ച നുണയും അതുപോലെ തന്നെ വൃത്തികെട്ട നാവും ഒക്കെ എവിടെന്നാ വന്നതെന്ന് മനസ്സിലായല്ലോ. ഇവർക്ക് ഇവരുടെ കൂടാരത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ തന്നെയാണോ പഠിപ്പിക്കുന്നത്? തെളിവുകൾ ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ തെളിവുകൾ സഹിതം സംസാരിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തെ ഇതിലേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ പിന്നെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം അത് വെടിപ്പായി പറഞ്ഞു. അതിന്റെ ഹാലിളക്കത്തിലാണെന്ന് തോന്നുന്നു വഹാബി വെട്ടുകിളികൾ കൂട്ടത്തോടെ ഇറങ്ങിക്കൊണ്ട് അൻസാരി സുഹരിക്കെതിരെ മറുപടിയും മറ്റു പലതുമൊക്കെയായി
സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അൻസാരി സുഹരി എന്നറിയപ്പെടുന്ന മുസ്ലിയാര് മുജാഹിദ് ബാലുശ്ശേരിയുടെ ക്ലിപ്പ് കാണിച്ചുകൊണ്ട് വായിക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന സമയത്ത് കൃത്യമായി ഞങ്ങളുടെ കയ്യിൽ രേഖകളും തെളിവുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മറുപടിയുമായും കുറുവടിയുമായും ഒക്കെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ അതിനിങ്ങനെ ബേജാറാകേണ്ട ആവശ്യമൊന്നുമില്ല. അൻസാരി സുഹരി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അണ്ണാക്ക് തൊടാതെ മുണങ്ങിക്കോളും എന്ന് വിചാരിച്ചിട്ടുണ്ടാകും അല്ലേ ആരിസ് മദനി? ഇങ്ങനെ തിരിച്ചടിക്കുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല അല്ലെ? കേവലം മുജാഹിദുകൾ മാത്രമല്ല, ഒരുവിധം എല്ലാ ആളുകളും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതിനു മാത്രം കാര്യങ്ങൾ പുരോഹിതവർഗം സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമല്ലേ ഹാരിസ് മദനി? അതുകൊണ്ടാണല്ലോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒക്കെ രംഗത്ത് വരേണ്ടി വന്നത്. നിങ്ങൾക്കുള്ളിലുള്ളതും നിങ്ങൾക്ക് പുറത്തുള്ളതും, അതായത് നിങ്ങളുടെ സംഘടനക്കുള്ളിലും സംഘടനക്ക് പുറത്തുള്ളതുമായ ഒരുപാട് മുസ്ലിയാക്കന്മാർ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്, എന്തൊക്കെയാണ് നിങ്ങളുടെ പഴയകാല നേതാക്കന്മാർ എഴുതി വെച്ചിട്ടുള്ളത്, അതൊക്കെ മറന്നുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഗീർവാണം മുഴക്കി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും? അപ്പോൾ തെളിവുകൾ ചോദിക്കുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ രംഗത്ത് വരും. നിങ്ങളുടെ ബഹുമാനപ്പെട്ടു പോയ സമസ്തയെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും അത് വെളുക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിയാക്കന്മാര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സമസ്ത പിഴച്ചതാണ് എന്ന് കൃത്യമായി മനസ്സിലാകും. ഒരേ സംഘടനക്കുള്ളിലുള്ള ആളുകളെ കഥയാണ് ഞാൻ പറയുന്നത്. സംഘടനക്ക് അപ്പുറം ഇപ്പുറം ഇല്ല, ഒരേ സംഘടനക്കുള്ളിലുള്ള വലിയ വലിയ നേതാക്കന്മാരെ നിങ്ങൾ കൈപിടിച്ച് മുത്തുന്ന, നിങ്ങൾ വലിയ ഹോജരാജാക്കന്മാരായി കൊണ്ട് നടക്കുന്ന മുസ്ലിയാക്കന്മാരുടെ കഥയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചോദിച്ചോ, തെളിവ് ഞാൻ കാണിച്ചു തരും. നിങ്ങളുടെ AP സമസ്തയിലുള്ള മുസ്ലിയാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, തെളിവുകൾ ചോദിച്ചാൽ തരാമെന്ന് പറഞ്ഞല്ലോ. തെളിവുകൾ ചോദിച്ചോ, കാണിച്ചു തരാം. ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ ആരിസ് മദനി? നിങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഈ ഇടക്കുന്ന് നിങ്ങളെ വക കയറ്റല്, അതൊന്നും വേണ്ട. ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോ. AP സമസ്തയിലുള്ള മുസ്ലിയാക്കന്മാർ, അതും ഇങ്ങനെയുള്ള ചോട്ടാ സാധനങ്ങളല്ല, നിങ്ങളുടെ വലിയ നേതാക്കന്മാര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് തെളിവ് വേണോ, ചോദിച്ചോ, കാണിച്ചു തരാം. അദ്ദേഹത്തിന്റെ ആ വീഡിയോയ്ക്ക് മൊത്തത്തിൽ മറുപടി പറയുക എന്നത് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ കഴിയില്ല എന്നല്ല, പിന്നെ എന്താണ്? അത്രയും പറയേണ്ട ആവശ്യവുമില്ല. തുടക്കം തന്നെ കേട്ടാൽ തന്നെ ഇയാളുടെ തെറ്റിദ്ധരിപ്പിക്കലും ഉഡായിപ്പുമൊക്കെ ആർക്കും ബോധ്യപ്പെടുന്നു. ഇതൊക്കെ സമാധാനത്തിന് നല്ലതാണ്. ഇവിടെ ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്. ഇവിടെ ഞാൻ കുറെ തെറ്റിദ്ധരിപ്പിക്കലും ഉഡായിപ്പും ഒക്കെ നടത്തി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മുസ്ലിയാക്കന്മാരുടെ സ്ഥിരം പരിപാടിയാണ്, ആ സ്ഥിരം ഡയലോഗ് അടിയാണ്. പക്ഷേ നിങ്ങളുടെ അനുയായികൾ ഒരുപക്ഷെ എന്റെ സംസാരം എന്തായാലും കേൾക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, മുസ്ലിയാരെ, എന്റെ ആ സംസാരത്തിൽ ഞാൻ എവിടെയെങ്കിലും നിങ്ങളുടെ പ്രഭാഷകന്മാരുടെ പ്രഭാഷണമോ ലേഖനമോ കാണിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ഉഡായിപ്പ് നടത്തിയത്, അതല്ലാതെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് വല്ല ഉഡായിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തരികിട നടത്തിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കാണിച്ചു തരണം. നിങ്ങൾ മറ്റുള്ളതിനൊന്നും മറുപടി വേണ്ട. അതിൽ ഒരുപാട് ക്ലിപ്പുണ്ട്, നിങ്ങളത് തൊടൂല. ആ വയറിളക്കം കൊണ്ടാണ് ഈ സാധുവായ സാധാരണക്കാരെ എനിക്ക് തന്നെ നിങ്ങൾ മറുപടി പറയാൻ എന്ന രീതിയിൽ വന്നുകൊണ്ട് ഒരു 3-4 ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അതിന് കൃത്യമായ തെളിവുകൾ സഹിതം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊന്നും മറുപടി കിട്ടില്ല എന്നൊക്കെ. കൃത്യമായ മറുപടി ഞാൻ തരും. അതുകൊണ്ട് ആരിസ് മദനി ഇങ്ങനെയുള്ള ഞൊണ്ടി ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് രക്ഷപ്പെടാമെന്നൊന്നും വിചാരിക്കേണ്ട. എന്തായാലും അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്നത് മുജാഹിദ് ബാലുശ്ശേരി അങ്ങനെ പറഞ്ഞത് അത് പൂർണ്ണമായും ശരിയാണ്. കാരണം സമസ്തക്കാർക്ക് അഥവാ സുന്നികളാകുന്ന നമുക്ക് അതിര് കഴിഞ്ഞ കുറേ വാദങ്ങളുണ്ട്. ആ വാദങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ബാലുശ്ശേരി അങ്ങനെ പറഞ്ഞത്. അതിനെന്ത് തെളിവ് വേണോ ആ തെളിവുകളൊക്കെ ഹാജരാക്കാൻ ഇയാൾക്ക് കഴിയുമെന്നാണ്. ആ പ്രഭാഷണത്തിന്റെ പൂർണ്ണ രൂപം ഇന്ന് സമസ്തക്കാർക്കുള്ളിലുള്ള പല വിഷയങ്ങളും, സമസ്തക്കാർ വെച്ച് പുലർത്തുന്ന പല ആശയങ്ങളെയും ഗണ്ണിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സംസാരം നമ്മൾ കേൾക്കുമ്പോൾ കൃത്യമായി നമുക്കത് ബോധ്യപ്പെടും. അദ്ദേഹത്തിന്റെ ആ സംസാരത്തിന്റെ പൂർണ്ണ രൂപം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അതൊക്കെ ഒന്ന് കേൾക്കണം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും. അതിൽ അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാൻ തയ്യാറാണ്. മനസ്സിലായി. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞതിനനുസരിച്ച് ഞാൻ ആ വീഡിയോ, ഇയാൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത വീഡിയോ മുഴുവനായി കണ്ടു നോക്കി. അങ്ങനെ ആരിസ് മദനി ഞാൻ തെളിവുകൾ തരാമെന്നൊക്കെ പറഞ്ഞ ആവേശത്തിൽ പ്രഭാഷണം പൂർണ്ണമായി കേട്ടു. ആ പ്രഭാഷണങ്ങൾ പൂർണ്ണമായി കേട്ടപ്പോൾ ആരിസ് മദനിക്ക് 3 കാര്യങ്ങൾ മാത്രമാണ് ചോദിക്കാൻ വേണ്ടി കാര്യമായി ഉണ്ടായിട്ടുള്ളൂ. ആ 3 കാര്യങ്ങൾ ചോദിക്കുന്നതാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. തുടങ്ങുന്നത് തന്നെ പച്ച നുണ പറഞ്ഞുകൊണ്ടാണ്. ഇവിടുന്ന് എന്താ പറയണേ? ഇവിടുന്ന് CM അടവൂരിന് കഴിവുണ്ട്, അജ്മീർ ഉപ്പാപ്പാക്ക് കഴിവുണ്ടെന്ന്, മമ്പർ തങ്ങൾക്ക് കഴിവുണ്ടെന്ന്. എന്തിന് കഴിവുണ്ടെന്ന്? എല്ലാറ്റിനും. അള്ളാഹ്ക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ ഉണ്ട്.
അള്ളാനേക്കാൾ ഒരു പടി മുന്നിലാണ് എന്നും ഞാൻ വെറുതെ പറയല്ലോ. ക്ലിപ്പിടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചിരായിരുന്നു. അള്ളയാണോ മേലെ, മൊയ്തീൻ ഷെയ്ഖാണോ എന്ന് വെച്ചാൽ മൊയ്തീൻ ഷെയ്ഖാണ് എന്ന് പറയുന്ന ആളുകൾ ഈ കേരളത്തിലുണ്ട്. ഇതിന്റെ തെളിവ് ഞങ്ങൾക്കൊന്ന് കാണണം. സഹോദരങ്ങളെ, ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി 2 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അതിനുള്ള തെളിവാണല്ലോ ചോദിച്ചത്. അതിൽ ഒന്ന്, മഹാന്മാർക്ക് എല്ലാറ്റിനും കഴിവുണ്ട് എന്ന് പറഞ്ഞത്, അതിനുള്ള തെളിവ്. രണ്ടാമത്തത്, അള്ളാഹുവിനും മുകളിലാണ് എന്ന് പറഞ്ഞത്, അതിനുള്ള തെളിവ്. ഈ 2 തെളിവാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാര്യം മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് ഒന്നുകൂടി നമുക്ക് കേൾക്കാം. ഇവിടുന്ന് സിയമടപൂരിന് കഴിവുണ്ട് എന്ന്, അജ്മീർ ബാബാക്ക് കഴിവുണ്ട് എന്ന്, മമ്പർ തങ്ങൾക്ക് കഴിവുണ്ട് എന്ന്. എന്തിന് കഴിവുണ്ട് എന്ന്? എല്ലാറ്റിനും. അള്ളാഹ്ക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ ഉണ്ട് എന്ന്. കേട്ടില്ലേ? അള്ളാഹ്ക്ക് എന്തൊക്കെ കഴിവുണ്ടോ ആ കഴിവുകളൊക്കെ ഉണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. CM സ്മരണിക എന്ന് പറയുന്ന പുസ്തകം, അതുപോലെ തന്നെ ജീലാൻ എന്ന് പറയുന്ന പുസ്തകം. ഞാൻ ഇവിടെ കാണിക്കുന്നില്ല, പലപ്പോഴും ഞാൻ കാണിച്ചതാണ്. അതിൽ കൃത്യമായി തന്നെ ഒരു ഖുദ്സിയായ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഈ വിഷയം പറയുന്നുണ്ട്. ഇവിടെ നമുക്കൊന്നും കൂടി എളുപ്പത്തിന് വേണ്ടി UK മജീദ് മുസ്ലിയാർ, AP സമസ്തയിലുള്ളതാണല്ലോ, UK മജീദ് മുസ്ലിയാരുടെ വായിൽ നിന്ന് തന്നെ അത് വരുന്നത് കേൾക്കാം. സഹോദരന്മാരെ, ദിക്റിലും ഫിക്റിലുമായി ലയിച്ചങ്ങെടുത്തപ്പോൾ ശൈഖുന നേടിയെടുത്ത പവറാണിത്. ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ, ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടിയിട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ്. വല്ല നിലത്തിനും എന്നെ വിളിപ്പോർപ്പ് വായ്വൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും. ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയത്തിന്റെ കഴിവ് നേടിയ ഔസുൽ ആലം തങ്ങൾക്ക്, അതേ റഹ്മാനിയത്തിന്റെ പവർ നേടിയ ശൈഖുന മടവൂർ ഓർക്ക് കഴിയുകയാണ്, ഖാജ തങ്ങൾക്ക് കഴിയുകയാണ്, മഹാന്മാർക്ക് കഴിയുകയാണ്. ഈ നിലക്ക് പരിധിയില്ലാത്ത പവർ മഹാനവറുകൾ നേടി. അൽഹംദുലില്ലാഹ്. എന്താണ് പറഞ്ഞത്? പരിധിയില്ലാത്ത കഴിവ്. ദിക്റിലും ഫിക്റിലുമായി ലയിച്ചങ്ങടുത്തപ്പോൾ ഷെയ്ഖുന നേടിയെടുത്ത പവറാണ്. പിന്നെ ആരൊക്കെ അത് നേടിയെടുത്തിട്ടുണ്ട്? നേടിയെടുത്തതാണ് കേട്ടോ. എങ്ങനെയാണ് നേടിയെടുത്തത് എന്ന് ശേഷം UK മജീദ് മുസ്ലിയാർ മറ്റൊരു സംസാരത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, വല്ലേ നീലെത്തുന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുത്തീരം ചെയ്യും ഞാൻ എന്നവർ. ഒരു സംവാദവുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥ ചെയ്യുന്ന സമയത്ത് ഒരു മുസ്ലിയാർ പറഞ്ഞ വാദമുണ്ട്. മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും, എപ്പോൾ വിളിച്ചാലും, എങ്ങനെ വിളിച്ചാലും, എന്തിനു വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യും. അതുപോലെ തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ CM സ്മരണികയിൽ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അള്ളാഹു കാണുന്നത് പോലെ കാണാനും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും, അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും, അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും മഹാന്മാർക്ക് കഴിയും, സഹായിക്കാനൊക്കെ കഴിയും എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ കഴിയുന്നത്? അത് UK മജീദ് മുസ്ലിയാർ പറഞ്ഞു. CM ഇബ്രാഹിം സാഹിബ് 10,000 രൂപയുമായി ഷെയ്ഖിനാക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന കഥ അയാൾ പല സ്റ്റേജിലും പറഞ്ഞ് നിങ്ങളും ഞാനും കേട്ടതാണ്. വരുന്ന സമയത്ത് പെട്രോൾ അടിച്ച സമയത്ത് ഒരു 100 റുപ്യന്റെ കുറവ് വന്നപ്പം ഈ 10,000ന്റെ കെട്ടുന്ന ഒരു 100ന്റെ നോട്ട് വലിച്ച് അങ്ങോട്ട് കൊടുത്ത്, പിന്നീട് ബഹുമാനപ്പെട്ട ശൈഖുനാന്റെ അവറത്തിൽ ചെന്ന് 10,000ന്റെ കെട്ടെടുത്ത് അങ്ങോട്ട് കൊടുത്ത്, നിങ്ങൾക്കുള്ളതാണ്, അതിൽ നിന്നും എടുത്തത് അതിൽ തന്നെ വെക്കുക. ശൈഖുന പറയാണ്, ഈ കണ്ണ് എവിടുന്ന് കിട്ടിയ കണ്ണ? അത് ലേനത്തുനിന്ന് കിട്ടിയ കണ്ണ. അതുകൊണ്ട് ഇവിടുന്ന് ഓറ പേരിൽ ഫാത്തിഹ ഓതിയാൽ അത് കേൾക്കാനുള്ള കാത് ഓറ് പടച്ചോനിൽ നേടിയിട്ട് പടച്ചവനിൽ ലയിച്ചിട്ട് ഉണ്ടാക്കിയ കഴിവാണ്. ഇപ്പോ എങ്ങനെയാണ് ഈ കഴിവ് എന്നും കൂടിയും നമ്മുടെ ഹാരിസ് മദനിക്ക് മനസ്സിലായല്ലോ. അള്ളാഹുമായി ലയിച്ച് എന്നാ പറഞ്ഞത്. അള്ളാഹുമായി ലയിച്ച് എന്നാണ് പറഞ്ഞത് ഹാരിസ് ഉസ്താദെ. ഇനി മറ്റൊരു മുസ്ലിയാരും കൂടി പറഞ്ഞു തരും. ശൈഖുനയുടെ വചനമാ. എന്തൊക്കെയാ വന്നത്? അവലത്തെ തങ്ങളുപ്പാപ്പ, വലിയ തങ്ങള്, ആ തങ്ങളുടെ മകൻ ബഹുമാനപ്പെട്ട ശൈഖുനയെ കാണാൻ പോകും. അവലത്തെ തങ്ങളെ പറ്റി വിവരങ്ങൾ ചോദിക്കുന്നു. പിന്നെ ചോദിക്കുന്നു, AP അബൂബക്കർ മുസ്ലിയാർ അവിടെയുണ്ടോ? അവിടെയുണ്ട്. എന്തൊക്കെയാ വിശേഷം? ഒന്നുമില്ല. എന്തിനാ വന്നത്? ഇന്നതിനാ വന്നത്. അത് സിഹറാണ്, ഞാൻ ബാത്തിലാക്കിയിരിക്കുന്നു. AP അബൂബക്കർ മുസ്ലിയാർക്ക് സിഹർ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. അത് ബാത്തിലാക്കാൻ ഞാൻ മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്നോട് അവലത്തെ തങ്ങൾ നേരിട്ട് പറഞ്ഞതാണ്. AP അബൂബക്കർ മുസ്ലിയാർക്ക് ഒരുപാട് ആളുകൾ സിഹർ ചെയ്യുന്നുണ്ട്. അത് ബാത്തിലാക്കാൻ ഞാൻ മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ശൈഖുനയുടെ തിരുനോട്ടമാ
സുന്നത്ത് ജമാഅത്തിന്റെ ഓരോ പ്രവർത്തന നിങ്ങൾ കേട്ടു, പച്ച മലയാളത്തിലാണ് ഈ പറഞ്ഞത്. നേരത്തെ പച്ചത്തെറി എന്ന് പറഞ്ഞൊക്കെ പച്ച മലയാളത്തിലാണ് ഈ പറഞ്ഞത്. ഞാനൊരു വിശദീകരിക്കേണ്ട ആവശ്യം പോലുമില്ല. ഇവിടെ പറഞ്ഞ് അള്ളാഹുമായി ലയിച്ച് എന്ന് നേരത്തെ UK മജീദ് മുസ്ലിയാർ പറഞ്ഞു എവിടെ വരെ എത്തി? മലക്കുകളെ പോലും നിയന്ത്രിക്കുന്ന രൂപത്തിലേക്ക് എത്തി. മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആർക്ക് വേണ്ടി? AP അബൂബക്കർ മുസ്ലിയാർക്ക് സിഹിർ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. അത് ബാത്തുലാക്കാൻ ഞാൻ മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. സിഹിർ ഇല്ലാതെയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ എന്താണ്? മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആരുടെ സംരക്ഷണത്തിന്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സംരക്ഷണത്തിന് മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആരാക്കിയിട്ടുണ്ട്? അള്ളാഹുമായി ലയിച്ച മഹാനാക്കിയിട്ടുണ്ട്. UK മജീദ് മുസ്ലിയാർ അങ്ങനെയാണല്ലോ പറഞ്ഞത്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മാത്രം പ്രവർത്തിക്കുന്നവരാണ് മലക്കുകൾ എന്നാണല്ലോ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ സമസ്തക്കാർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? മഹാന്മാർ, അള്ളാഹുമായി ലയിച്ച മഹാന്മാർ, ദിക്റിലും ഫിക്റിലും ഒക്കെയായി അള്ളാഹുമായി ലയിച്ച മഹാന്മാർ, അവർ മലക്കുകളൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. ഈ മലക്കുകൾക്ക് ഈ മഹാന്മാരെ ഭയങ്കര പേടിയാണ്. അതറിയില്ല. ആരിസ് മദനിക്ക് നല്ലോണം സന്തോഷമായിക്കോട്ടെ. മഹാന്മാരുടെ പവറെ വലിയ, നേരത്തെ അയാൾ പറഞ്ഞിട്ടുണ്ട് വലിയ തങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്നതുപോലെ വലിയ മഹാന്മാരാണ്. ആ മഹാന്മാരെ മലക്കുകൾക്ക് പേടിയാണ് എന്ന് പണ്ഡിതന്മാരെ പരിഗണിക്കുന്ന കൂട്ടത്തിൽ ആയിട്ടിന്ത് താജുൽ ഉലമ മീക്കായിൽ പോലും പേടിച്ചിട്ടില്ലേ? ഇല്ലേ? ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. മീക്കായിൽ പോലും പേടിച്ചിരു. മല ഭർണ ചെന്നപ്പോൾ വന്നിട്ടില്ല, നിക്കണു ചെന്നപ്പോൾ നീണ്ടു. ഇത്ര വില കറാമത്ത് കാട്ടിയ നേതാവാറുള്ളേ. അങ്ങനെയുള്ള നേതാവുടെ ശിഷ്യന്മാർ ചൊല്ലൊരു പവർ ഉണ്ട്. നങ്ങ ഉണ്ടു. നങ്ങ താജുലോയുടെ മക്ക ആറ് എന്തു ചൊന്നുണ്ടായെങ്കിൽ താജുലോയുടെ മക്കമേ. ഏതാണ് കൂടാരം എന്ന് മനസ്സിലായല്ലോ. ആരിസ് മദനി ഉസ്താദെ കാന്തപുരത്തിന്റെ മക്കളാണ്, താജുലുലമയുടെ മക്കളാണ്. എന്താ പറഞ്ഞത്? താജുലുലമയെ, ആരെ? ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങളെ മീക്കായിൽ വരെ പേടിച്ചു എന്നാ പറഞ്ഞത്. മഴ നിൽക്കണമെന്ന് ചൊല്ലിയപ്പോ നിന്നു, മഴ പെയ്യണമെന്ന് ചൊല്ലിയപ്പോ പെയ്തു എന്നൊക്കെയാണല്ലോ പറഞ്ഞു വെച്ചത്. നിങ്ങളുടെ മഹാന്മാരുടെ പവർ, അവരുടെ ഉയർച്ച, അവരുടെ ദറജ, ഇതൊക്കെ ഏത് അറ്റം വരെയാണ് എത്തിയിട്ടുള്ളത്? ദറജ ഉയർത്തി കൊടുക്കണേ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് വല്ലാത്തൊരു ഉയർച്ചയിലേക്കായി പോയി. UK മജീദ് മുസ്ലിയാർ എന്താ പറഞ്ഞത്? എല്ലാറ്റിനും കഴിവുണ്ട് എന്ന്. എങ്ങനെയാണ് ഈ കഴിവ്? അതേ UK മജീദ് മുസ്ലിയാർ എന്നാ പറഞ്ഞു? അള്ളാഹുമായി ലയിച്ചു എന്ന്. അങ്ങനെ ലയിച്ചിട്ടാണ് ഈ കഴിവൊക്കെ നേടിയെടുത്തത് എന്ന്. മറ്റൊരു മുസ്ലിയാർ എന്താ പറഞ്ഞത്? മലക്കുകളൊക്കെ ഏർപ്പാട് ചെയ്യാൻ മാത്രമുള്ള പവർ അവർ നേടിയെടുത്തിട്ടുണ്ട്. സിഹ്ർബാധ ഉണ്ടായത് ഇല്ലാതാക്കി കളഞ്ഞു. മലക്കുകളെ ഏർപ്പാട് നടത്തിയിട്ടുണ്ട്. മലക്കുകളെ പോലും ഏർപ്പാട് നടത്താനുള്ള ആ ഒരു പവർ, അധികാരം അതാർക്കുണ്ട്? നിങ്ങളുടെ മഹാന്മാർക്ക് ഉണ്ട് എന്നായി പറഞ്ഞു വെച്ചത്. നിങ്ങളുടെ മഹാന്മാർ നേടിയെടുത്തിട്ടുണ്ട് അള്ളാഹുമായി ലയിച്ച് എന്നാ പറഞ്ഞത്. തുടർന്ന് മറ്റൊരു മുസ്ലിയാർ എന്താ പറഞ്ഞത്? പേടിയാണ് മലക്കുകൾക്ക് എന്ന്. ആരെ? മഹാന്മാരെ പേടിയാണ്. താജുലുലമയൊക്കെ പേടിയാണ്. മഴ പെയ്യണമെന്ന് ചൊല്ലിയപ്പോ മഴ പെയ്തു, മഴ നിൽക്കണമെന്ന് ചൊല്ലിയപ്പോ മഴ നിന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. നിങ്ങൾ മഹാന്മാരാക്കപ്പെട്ട ആളുകളെ കുറിച്ച് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് കളവല്ലല്ലോ, സത്യമല്ലേ, വ്യക്തമല്ലേ? അല്ലേ ഹാരിസ് മദനി ഉസ്താദെ? ഇനി രണ്ടാമത്തെ ചോദ്യം. അള്ളാനേക്കാൾ ഒരു പടി മുന്നിലാണ് എന്നും ഞാൻ വെറുതെ പറയല്ലോ. ക്ലിപ്പിടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചിരായിരുന്നു. അള്ളയാണോ മേലെ, മൊയ്തീൻ ഷെയ്ഖ് ആണോ എന്ന് വെച്ചാൽ മൊയ്തീൻ ഷെയ്ഖ് ആണ് എന്ന് പറയുന്ന ആളുകൾ ഈ കേരളത്തിലുണ്ട്. ഇതും സത്യമല്ലേ? അള്ളാഹുലേക്ക് ലയിച്ചു, മലക്കുകളൊക്കെ നിയന്ത്രിക്കുന്നതൊക്കെ നമ്മൾ കേട്ടു. ഇനി അള്ളാഹുവിന്റെയും ഒരു പിടി മുകളിലാണ് എന്നുള്ളതാണ്. അതിനുള്ള തെളിവാണ് നമ്മൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി പോകും. ഏതാണ് ഈ വാറോല എന്ന് മനസ്സിലായല്ലോ? മുഹിയുദ്ദീൻ മാല. എന്താണ് ഇതിൽ പറയുന്നത്? സ്ക്രീനിൽ ശരിക്കും ശ്രദ്ധിച്ചോ. വളരെ വ്യക്തമായി. എനിക്ക് വലിയ പാടാനൊന്നും അറിയില്ല, എന്നാൽ ആരിസ് മദനി കാര്യമായി എന്നോട് ചോദിക്കാൻ വന്നതല്ല, അതുകൊണ്ട് ഞാൻ പാടിത്തരാം. എന്താണ് ഇതിൽ പറയുന്നത്? വലിയ ഒരു ഖാദിം മൗത്തായ സങ്കീടം അവരെ സൗജത്ത് ചെന്ന് പറഞ്ഞോവർ, എന്റെ ഖാദിമിന്റെ റൂഹന്നിൽ തരേണം എന്ന് മലക്കുൽ മൗത്തോട് കേട്ടോവർ. മലക്കുൽ മൗത്തിനോട് ഷെയ്ഖ് മുഹിയുദ്ദീൻ എന്താണ് ചോദിക്കുന്നത്? മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്താ ചോദിച്ചത്? എന്റെ ഖാദിമിന്റെ റൂഹ്, ആ റൂഹ് തിരിച്ചു തരണം. എന്താ മലക്കെന്താണ് തിരിച്ച് പറയുന്നത്? തിരിച്ചതിന് റിപ്ലൈ കൊടുക്കുന്നത്, മലക്കുൽ മൗത്ത് കൊടുക്കുന്നത്, തനിയോന്റെ അരുളാൽ പൂടിത്തയ്യങ്ങിന താരും ഞാനെന്ന് മാലക്ക് നാവിണ്ടോവർ. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് റൂഹ് പിടിച്ചത്, അത് ഞാൻ എങ്ങനെ തരും എന്ന് മലക്ക് ചോദിക്കുകയാണ്. ആ ചോദിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന മറുപടി, ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ കാര്യം കൃത്യമായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് എന്താണ് പറയുന്നത്? അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ. അന്ന് പിടിച്ച റൂഹുകളൊക്കെയും പെട്ടെന്ന് തന്നെ തുറന്നു വിട്ടു.
എന്നിട്ടോ തുറന്നിട്ടത് തന്നിൽ ഉള്ള ഉയിർകളെ തുള്ളിപ്പറപ്പിച്ചു പാറ്റി പിടുത്തോവർ. അന്ന് പിടിച്ച ആ റൂഹുകളൊക്കെ ഉള്ളതൊരു കൊട്ടയിലാണ്. ഈ കൊട്ടക്കഥക്ക് ഒരു തെളിവ്, എന്നോട് കുറെ തെളിവ് ചോദിച്ചതുകൊണ്ട് ഹാരിസ് മദനിയോടും അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന മുസ്ലിയാക്കന്മാരോടും റൂഹുകളൊക്കെ മലക്കുൽ മൗത്ത് റൂഹുകളൊക്കെ കൊണ്ടുപോകുന്നത് കൊട്ടയിലാണ് എന്നതിനുള്ള കൃത്യമായ തെളിവൊന്ന് ഹാജരാക്കണം. ഇതൊക്കെ നിങ്ങളുടെ സാധനമാണല്ലോ, മുഹീദ്ദീൻ മാല നിങ്ങളുടെ സാധനമാണല്ലോ. നിഷേധിച്ചാൽ നിങ്ങളെ മുതുകത്ത് ഞാൻ കെട്ടിത്തരും. പഴയതാണ് പുതിയതാണെന്നില്ല, പുതിയ വേർഷനും പഴയ വേർഷനും പറഞ്ഞിട്ടൊന്നും വരണ്ട. ഇതൊക്കെ നിങ്ങളുടേതാണ്, മനസ്സിലായി? നിങ്ങളുടേതാണ്. നിങ്ങളിപ്പോ പറഞ്ഞു തരേണ്ട ഒരു കാര്യം എന്താണ്? റൂഹ് കൊണ്ടുപോകുന്ന കൊട്ടയിലാണ് എന്നുള്ളതിന്റെ തെളിവ്. അതായത് ഇങ്ങനെ ആക്രിക്കാരെല്ലാം പോകുന്നതൊക്കെ ഇങ്ങനെ പോയി ഓരോരോ സ്ഥലത്ത് റൂഹ് ഇങ്ങനെ വാങ്ങി പിടിച്ച് അങ്ങനെ കൊട്ടയിലാക്കി ഇത് സന്ധ്യ ആകുമ്പോൾ ഇല്ല ഏതാ ടൈമാന്ന് വെച്ചാൽ ആ ടൈമിന് മുകളിലോട്ടേക്ക് അങ്ങ് പോകലാണ് എങ്കിൽ അതിന്റെ തെളിവ് ഒന്ന് പറഞ്ഞിടണം. അങ്ങനെയാണല്ലോ കൊട്ട തട്ടുമ്പോൾ ഇങ്ങനെ അന്ന് പിടിച്ച റൂഹുകളൊക്കെ അങ്ങ് പുറത്തേക്ക് പോവുക. വിടുതൈ കണ്ടസറായിലല്ലാന്റെ ബലിമഹളിറത്തിലെത്തി പറഞ്ഞോവർ. അള്ളാന്റെ അടുക്ക പോയി ഇതിന് പരാതി പറയുകയാണ്. എന്നിട്ട് അസ്രായിൽ എന്താണ്? മൊഹീദ്ദീൻ ഷേഖ് തങ്ങള് റൂഹ് തട്ടിയതിന്റെ പരാതി പോയി അള്ളാന്റെ അടുക്കൽ പോയി അസ്രായിൽ പറയുകയാണ്. അപ്പോൾ അള്ളാഹ് എന്താണ് മറുപടി കൊടുക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ മാലക്കോട് അള്ളാഹ് അരുളിയേ. എന്താണ് അള്ളാഹ് അരുളിയത്? ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും. ആ ചോദിച്ച സമയത്ത് ആ ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളതൊക്കെയും എന്താണ്? പോകുമോ ചോദിച്ചതെന്റെ ഹൗസല്ലേ. മറ്റുള്ള ആത്മാവൊക്കെ ഒന്ന് പോകുമോ, ആ കൊട്ടയിൽ നിന്ന് പോകുമോ? ആ ഒന്ന് ചോദിച്ചാൽ അപ്പോൾ അത് കൊടുത്താൽ പോരെ? ചോദിച്ചത് എന്റെ ഹൗസല്ലേ എന്നാണ് പറയുന്നത്. ആര് പറയുന്നത്? അള്ളാഹു പറയുന്നത്. ആരോട് പറയുന്നത്? മലക്കുൽ മൗത്തിനോട്. എന്നിട്ടോ പൂതിപ്പോ ഞാനോരിൽ കൊടുപ്പാവതെന്നോവർ. ഇപ്പോ ഹാരിസ് മദനി ആരാണ് മുകളിൽ? ഒന്ന് പറയണം നിങ്ങൾ. ആരാണ് ഇവിടെ മുകളിൽ? അള്ളാഹു ആണോ അതല്ല നിങ്ങളുടെ ഷെയ്ഖ് മുഹിയുദ്ദീൻ എന്ന് പറയുന്ന ഈ കഥാപാത്രമാണോ മുകളിൽ? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം റൂഹ് പിടിക്കുന്ന മലക്കിൽ നിന്ന് റൂഹൊക്കെ തട്ടിയെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ആർക്കാണ് പവർ കൂടുതൽ? ആർക്കാണ്? അള്ളാഹുവിന്റെ കൽപ്പനക്കും മുകളിൽ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള ആളാണ് എന്നല്ലേ ഇവിടെ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഹാരിസ് മദനി തെളിവ് ഒന്ന് തന്നിട്ടുണ്ട്. ഇനി അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഞൊണ്ടി ന്യായം പറയണ്ട. പച്ച മലയാളത്തിൽ, നേരത്തെ പച്ചത്തെറി പറഞ്ഞതുകൊണ്ട് പച്ച മലയാളത്തിൽ തന്നെയാണ് ഞാനിത് പറഞ്ഞത്. ഇവിടെ ഒരു ഉഡായിപ്പുമില്ല, ഒരു തരികിടയുമില്ല, ഒന്നും തന്നെയില്ല. അടുത്തതും കൂടിയും കേട്ടോ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിയാർ തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട് അന ഖുതുബുൽ ആലം അന മുനബ്ബിറുൽ ആലം എന്ന് ശൈഖുനയുടെ നാവിൽ നിന്നും ഉരുവിട്ടത് ഈ സദസ്സിലുള്ള എത്ര ആളുകളാ കേട്ടിട്ടുണ്ടാവുക? സ്റ്റേജ് മേലുള്ളവരുണ്ട്, സദസ്സിലുള്ളവരുണ്ട്, പലരുമുണ്ട്. ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടായി പറയുന്നത്, ഊഹം വെച്ച് പറയുകയല്ല. എന്നാൽ ശൈഖുനെ പറ്റിയിട്ട് പലത്തുനിന്ന് കേട്ടിട്ട് വന്ന് ശൈഖുനയോട് ചോദിച്ചു, നിങ്ങളെ പറ്റി മുദബ്ബിർ ആലം ഖുതുബുൽ ആലം എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ എന്താണ് പറയേണ്ടത്? ഒരു സഖാഫിയ ചോദിച്ചത്. ഉടനെ വന്ന് മറുപടി, അതൊക്കെ ചെറിയ മദ്ഹബോനെ, ഇപ്പോൾ അതിനും മുകളിലാ. വൈദ്യുതി തങ്ങൾ ഇപ്പോ പറഞ്ഞില്ലേ അന ഖുതുബുൽ, നിങ്ങൾ ഖുതുബുൽ ആലം, ഇപ്പോൾ ഞാൻ അതിനും മുകളിലാ. എതിനു മുകളിലാണ്? ഖുതുബുൽ ആലം, മുദബ്ബിറുൽ ആലം. ഇതൊക്കെ ആരാണ്? നിങ്ങളുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത് അള്ളാഹു ആണ് എന്നാണ്. അതുപോലെ ഹാരിസ് മദനിക്കും അങ്ങനെ തന്നെയാണ് വാദം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അല്ല എങ്കിൽ മുസ്ലിയാർക്ക് തിരുത്താം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പച്ച മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞത്, പച്ചത്തെറിയിലല്ല, പച്ച മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞത്. സുന്നത്ത് ജമാഅത്തിന് ഉത്തരവാദിയല്ല. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പഠിപ്പിക്കുന്ന തഫ്താസാനിയുടെ സറഹുൽ മഖാസിദിലും ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിലുമൊക്കെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത് അള്ളാഹുവാണ് എന്നാണ്. എല്ലാറ്റിനെയും നിയന്ത്രണം അള്ളാഹുവിന്റെ അടുക്കലാണ്. ഇത് അതിനും മുകളിലാണ് എന്നാ പറഞ്ഞത്. ഇത് ഏതിനു മുകളിലാണ്? തങ്ങൾ ബാബ ചോദിച്ചു, എവിടെയാ? അതെവിടെയാ? മിണ്ടിയില്ല. കാരണം ലോകത്ത് പബ്ലിസിറ്റി ആയേണ്ട ഒരു പേരുണ്ട്, നാമമുണ്ട്. അതവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നു. ഇനി ഇതൊക്കെ ജദിബില എന്ന് പറഞ്ഞാൽ കാണുന്ന ആയിരക്കണക്കിന് ആളുകൾ, 10,000കണക്കിന് ആളുകൾ വന്നിട്ട് പ്രയാസങ്ങൾ പറഞ്ഞ് അവരുടെ പ്രയാസങ്ങൾക്ക് മുന്നിൽ മറുപടി പറയുന്നത് മുഴുവനും 100% ശരിയായി. അതൊന്നും ജദിബിലല്ല. അതിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ടവർ പറയും, നിങ്ങനത്തെ കാര്യം മാത്രം ജദിബില എന്ന് വിശ്വസിക്കാൻ മാത്രം. നമ്മുടെ തലച്ചോറ് ഒരാളുടെയും ഇടയില് പണയത്തിന്. ആരിസ് ഉസ്താദെ, എന്തു പറയാനുണ്ട്? പിന്നെ ഈ ജദിബിന്റെ ഹാല് അത് കൃത്യമായി നമുക്കറിയാം ഭ്രാന്താണ് എന്ന്. ഇനി അങ്ങനെയല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മുസ്ലിയാർ തന്നെ പറഞ്ഞ തെളിവ് വേണമെങ്കിൽ ചോദിച്ചോ, കാണിച്ചു തരാം.
തെളിവ് ചോദിച്ചോ കാണിച്ചു തരാം. എന്തിന്റെ ചിത്തടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാർ മജ്ദൂബായ ഷെയ്ഖാണെന്ന് പറയുന്നുണ്ടല്ലോ. ജദ്ബിന്റെ ഹാലിൽ, ആ ജദ്ബിന്റെ ഹാൽ എന്ന് പറഞ്ഞാൽ അത് പ്രാന്താണ് എന്ന് കൃത്യമായി പറയുന്ന മുസ്ലിയാക്കന്മാരുടെ ക്ലിപ്പ് തന്നെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോ അതിനും മുകളിലാണ് എന്ന് പറഞ്ഞല്ലോ, അത് സി എം അടവൂരിനോട് ചോദിച്ചപ്പോൾ സി എം അടവൂര് പറഞ്ഞു കൊടുത്തിട്ടില്ല. നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞു തരണം ഏതിനും മുകളിലാണ് എന്ന്. നമ്മളെ വിഷയം മറക്കാൻ പാടില്ല, അള്ളാഹുവിനും ഒരുപടി മുകളിലാണ് എന്ന് പറഞ്ഞതാണ്. ഇനി മൂന്നാമത്തെ തെളിവാണ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞിട്ടും ഒരു വലിയ കുത്തുബ് എന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് എത്തി അവിടുന്ന് അങ്ങോട്ട് മേലോട്ട് പോയാലും വീണ്ടും തീരാത്ത മക്കാമുകൾ ഉണ്ട്. പക്ഷേ അബ്ദുള്ള കഴിഞ്ഞാൽ പിന്നെ അടിമ അബ്ദ് ഇല്ലാതെ ഹുറായി മാറുക ചെയ്യുക. പിന്നെ അടിമക്ക് അബ്ദുൽ ഖാദിർ എന്ന് പറയൂല, പിന്നെ ഖാദിർ എന്നാ പറയാം. ഓരോ ഇസ്മു അച്ചേൽക്കാണ് പിന്നെ അടിമക്ക് തുലാക്കാക്ക്. റഹീം, മലിക്ക്, ഖുദ്ദൂസ്, സലാമ്, മുഅ്മിന്, മുഹൈമിന്, ഇങ്ങനെ പിന്നെ അടിമനെ പറ്റി പറയാം. അടിമയെക്കുറിച്ച് അല്ലാഹു തആല ഹുറാക്കി. അടിമ അൽ ഹുറിയ, അൽ ഹുറിയത്തുൽ വഹബിയ എന്നാണ് ഔലിയാക്കന്മാർ അതിനെ പറ്റി പറയാ. ആ സ്ഥാനത്തേക്ക് എത്തിയാലോ, ആ സ്ഥാനത്തേക്ക് എത്തിയാൽ പിന്നെ വലിയ ഞാന് എന്നേ പറയൂ. ആ ഞാന് അള്ളാഹു ആയിരിക്കും. അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. അള്ളാഹ് പറയേണ്ടതൊക്കെ ഇങ്ങനെ പറയാ ചെയ്യുക. അള്ളാഹുവിന്റെ ഭാഷയിലാണ് സംസാരിക്കുക, വലിയ സംസാരിക്കുക. സി എം വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ലാസ്റ്റ് സമയങ്ങളിൽ ഞാൻ മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. അത് വേണ്ട, അള്ളാഹു സുഖപ്പെടുത്തട്ടെ എന്നല്ല, അത് വേണ്ട, ഞാൻ ബാത്തിലാക്കി, ഇങ്ങനെയൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഈ മനുഷ്യൻ ആരാണ് എന്നൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇദ്ദേഹം ഇവിടെ പറഞ്ഞത് ഗൗരവമുള്ള വിഷയമല്ലേ. ദറജ ഇങ്ങനെ ഉസ്താദിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന്റെ ഉദ്ദേശം ഇതാണ്. ഈ രീതിയിൽ ദറജ അങ്ങോട്ട് നിങ്ങൾ തന്നെ അങ്ങോട്ട് ഉയർത്തല്, നിങ്ങൾ തന്നെ അങ്ങോട്ടേക്ക് ഉയർത്തല്. സി എം അടവൂരിന്റെ ദറജ ഉയർന്ന് എവിടെ വരെ എത്തിയിരിക്കുന്നു, എവിടെ വരെ എത്തിയിരിക്കുന്നു? അള്ളാഹ്ക്കും മുകളിലല്ലേ. അതല്ലേ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്. ഇവിടെ അള്ളാഹുവിന്റെ പരീക്ഷണത്താൽ എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചാൽ, രോഗം വന്നു അല്ലെങ്കിൽ മറ്റൊരെന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും രീതിയിലുള്ള പരീക്ഷണം വന്നു കഴിഞ്ഞാൽ, അതൊക്കെ ചിറ്റടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാർ എന്ന മജ്ദൂബായ ഷെയ്ഖ്, അതായത് പ്രാന്തനായ ഷെയ്ഖ് വേണ്ട എന്ന് വെക്കും. കാന്തപുരത്തെ കുറിച്ച് മലക്കിനെ പോലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലക്കുകൾ ആരുടെ കൽപ്പന പ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. അവിടെ മലക്കിനെ പോലും ഏർപ്പെടുത്തുന്നു. ആരെ ഏർപ്പെടുത്തുന്നു? മലക്കുകൾക്ക് പേടിയാണ് നിങ്ങളുടെ നേതാക്കന്മാരെ. ഇതൊക്കെ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ച കാര്യമാണ്. അതിനെക്കുറിച്ചാണ് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്. തെളിവ് പോരെ മുസ്ലിയാരെ, ഇതിനപ്പുറം എന്ത് തെളിവാണ് ഇനി വേണ്ടത്? പിന്നെ എന്താ ബാലുശ്ശേരി പറയുന്നത്? കാന്തപുരാണോ വലുത്, അല്ലയാണോ? കാന്തപുരാണ് എന്ന് പ്രസംഗിച്ച ആൾ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. പകരാ മുഹമ്മദ് ഹസനി എന്നാണ് അയാളുടെ പേര്. ശരി, അതിന്റെ തെളിവ് കൂടി റമീൽ ഒന്ന് കാണിക്കണം കേട്ടോ. നിങ്ങൾ ഉറക്കിലായിരുന്നു ആരിസ് ഉസ്താദെ? ഉറക്കിലായിരുന്നു അല്ല, അങ്ങനെ നടിക്കുന്നതാണോ, അഭിനയിക്കുന്നതാണോ? ആണോ? പകരബാപ്പുട്ടി മുസ്ലിയാർ പറയും, നിങ്ങൾ കേട്ടോളൂ. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ, അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താൻ എവിടെ ജീവിക്കുന്നില്ല. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താൻ എവിടെ ജീവിക്കുന്നില്ല. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താൻ എവിടെ ജീവിക്കുന്നില്ല. എന്താ പറഞ്ഞത്? ഉസ്താദ് അറിയാതെ അള്ളാഹു താല ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ ആരാണ് വലുത്? ആരാണ് വലുത്? എന്റെ ആരിസ് മദനി ഉസ്താദെ, ആരാണ് വലുത്? കാന്തപുരമല്ലേ വലുത്? കാന്തപുരം നേരെ തിരിച്ചാണ് പറഞ്ഞെങ്കിൽ ആരാണ് വലുത്? അള്ളാഹു ആണ് വലുത്. ഇത് കാന്തപുരം അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് വലുത്? കാന്തപുരമല്ലേ ആരിസ് ഉസ്താദെ വലുത്? അല്ലേ? ഇങ്ങനെ ചേർത്തി പറയാൻ തന്നെ പാടുണ്ടോ? നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ അമ്പലക്കടവ് അമീദ് ഫൈസി ഇതേ വിഷയത്തിൽ പറയുന്നതും കൂടി നമുക്കൊന്ന് കേൾക്കാം. അതിനേക്കാളും അപകടകരപ്പോ ഇപ്പൊ ഇവര് മഹാൻ പ്രസംഗിച്ചു തന്ന ഒരു സീഡിയിലുള്ള ഭാഗ ഇപ്പൊ ഇങ്ങോട്ട് കാണാം. സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മൾ ചെയ്യണ എന്ത് കാര്യം അള്ള അറിയും. അള്ള ചെയ്യണ എല്ലാ കാര്യവും നമ്മൾ അറിയുന്ന ആരെങ്കിലും പറയാറുണ്ടോ? ഒരാളും പറയില്ല. എന്നാ കാന്തപുരത്തിന്റെ ആൾക്കാർ മൂപ്പരെ പൊക്കന്നെ, കാരണം എന്തെങ്കിലും അവിടെ സീറ്റ് കിട്ടുള്ളൂ, പല മെച്ചോണ്ട് മൂപ്പരെ ഉയർത്തിക്കൊണ്ടുവന്നാലേ അവിടെ പറയാണ്, ഈ പ്രസംഗത്തിൽ പറയാണ്, പറഞ്ഞ് കാന്തപുര ഉസ്താദിന്റെ മഹത്വം പറഞ്ഞ് അതന്നെ ആ പ്രസംഗത്തിൽ ഉള്ളടക്കം പറഞ്ഞ് ലാസ്റ്റ് പറയാണ്, കാന്തപുരം ഉസ്താദ് അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യുകയില്ല പറയാൻ പോണു.
ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താല എവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താല എവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. ഉസ്താദ് അറിയാതെ ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി വളരെ വ്യക്തമായി എവിടേക്കാണ് ഇവരെ പോക്ക്. ഈ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ കാര്യബോധമുള്ള മുസ്ലിങ്ങളുടെ മുമ്പിലാണത് പറയുന്നത്. ഞാൻ പറഞ്ഞതിനേക്കാളും ഒന്നും കൂടെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും ആരിസ് മദനി ഉസ്താദിനി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇദ്ദേഹം നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മുസ്ലിയാരാണ്. EK സമസ്തക്കാരനാണെങ്കിലും കുരുവട്ടൂരി മശായിഖന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഷെയ്ഖൊന്നല്ലല്ലോ, EK സമസ്തയിൽപ്പെട്ട ഒരു ഷെയ്ഖാണല്ലോ. ആ ഷെയ്ഖ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, നിങ്ങൾ ഒരേ ആദർശത്തിന്റെ ആളുകളാണല്ലോ. മുജാഹിദുകൾക്കൊക്കെ മറുപടി പറയാൻ വേണ്ടി ഒറ്റക്കെട്ടായി കാസർഗോഡൊക്കെ മമ്പാട്ടുകാരെ വഹാബ് സക്കാഫിയും MT ദാരിമിയും ഒക്കെ ഒന്നിച്ചു വന്ന്, അതുപോലെ തന്നെ പല ആളുകളും ഒക്കെ ഉണ്ട്. വേണ്ടി വന്നാൽ നമുക്കതൊക്കെ ഒന്ന് പോസ്റ്റ്മോർട്ടം നടത്താം, ഒരു പ്രശ്നവുമില്ല. ആരിസ് ഉസ്താദെ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഇതിനൊക്കെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുമുണ്ട്. അമ്പലക്കടവ് അമീദ് ഫൈസിയുടെ സംസാരത്തിൽ തന്നെ വ്യക്തമാണ് മുകളിലാണ്. ആര് കാന്തപുരം AP അബൂബക്കർ മുകളിലാണ് എന്ന് തന്നെയാണ് ആര് പറഞ്ഞത്? പകര ബാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞത്. നാവിന് സീല് വെക്കണ്ടേ, അല്ലായെങ്കിൽ ഇതുപോലെ പലതും കേൾക്കേണ്ടി വരും. ഇദ്ദേഹത്തിൽ നിന്ന് പലതും നമ്മൾ കേട്ടിട്ടുമുണ്ട്. ഇനി കാര്യമായി ഇദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ പോലും സത്യസന്ധത കാണിക്കുന്നില്ല. ചോദ്യം ചോദിക്കുമ്പോൾ സത്യസന്ധത കാണിച്ചൂടാ, അതുപോലും കാണിക്കാതെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അർശിന്റെ നാഥനായ CM മടപുരേൻ എങ്ങനെ മാലിക്കുൽ മുലൂക്കായ റബ്ബേ എന്നല്ലേ നമ്മൾ ഇന്ന് വരെ പറഞ്ഞ് APK സുന്നിയൊക്കെ പറഞ്ഞ്. ഇപ്പൊ പറയുന്നതാണ് മാലിക്കുൽ മുലൂക്കായ CM മടപുരേ, അർശിന്റെ നാഥനായ CM മടപുരേ. എവിടെ എത്തി നമ്മുടെ കൗമ്? ഞാൻ വെറുതെ പറയല്ലേ, എന്റെ ഫോണിലുണ്ട് ആ പാട്ട്. അങ്ങനെ ആ കുട്ടി പാടുന്നത് എന്തുകൊണ്ടാണ്? കാന്തപുരം ഉസ്താദ് പറഞ്ഞു കൊടുത്തു അതാണ്. കാന്തപുരം ഉസ്താദ് പറഞ്ഞു കൊടുത്തു അതാണ്. CM വലിയുല്ലാഹി മാലിക്കുൽ മുലൂക്കാണ്, അതേപോലെ CM വലിയുല്ലാഹി അർശിന്റെ അധിപനാണ് എന്നൊക്കെ കാന്തപുരം ഉസ്താദ് പറഞ്ഞു കൊടുത്തു എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. മൂപ്പരുടെ അടുത്ത് ഫോണിൽ തെളിവൊക്കെ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ ആ തെളിവ് കൂടി ഒന്ന് കാണണം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് ഈ പറയുന്ന പാട്ടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ ചെക്കന് പറഞ്ഞു കൊടുത്തതാണെന്നുള്ള തെളിവ് മുജാഹിദ് ബാലുശ്ശേരിയുടെ കയ്യിലുണ്ട്, മൊബൈലിൽ അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂപ്പർ പറയുന്നുണ്ടല്ലോ. അതല്ല ബാലുശ്ശേരി പറഞ്ഞത്. ബാലുശ്ശേരി പറഞ്ഞ എന്താണ്? ആ പാട്ട് എന്റെ കയ്യിലുണ്ട് എന്നാണ്. ആ ചെക്കൻ പാടിയ പാട്ട് എന്റെ കയ്യിലുണ്ട് എന്നാ പറയുന്നത്. പക്ഷെ മുസ്ലിയാർ അതിനെന്താക്കി? ബാലുശ്ശേരി ഈ പാട്ട് പാടിയ ചെക്കന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് ഈ പാടാൻ പറഞ്ഞു കൊടുത്തത് എന്ന രൂപത്തിലേക്കാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. ചോദ്യത്തിൽ പോലും തരികിട നടത്തുക. ഞാൻ പറഞ്ഞിട്ട് നീ അങ്ങനെയല്ല എന്നൊന്നും പറയണ്ട. ബാലുശ്ശേരി പറയും, നിങ്ങൾ വീണ്ടും ഒന്ന് കേട്ടു നോക്കൂ. അർശിന്റെ നാഥനായ CM മടപുരേ, എവിടെ എത്തി നമ്മുടെ കൗമ്? ഞാൻ വെറുതെ പറയല്ലേ, എന്റെ ഫോണിലുണ്ട് ആ പാട്ട്. എന്റെ ഫോണിലുണ്ട് ആ പാട്ട് എന്ന് പറഞ്ഞതിനെയാണ് അദ്ദേഹം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ചെക്കനോട് പറഞ്ഞു എന്ന രൂപത്തിലേക്കാക്കി അതിന്റെ തെളിവ് ഞങ്ങളോട് ചോദിക്കുന്നത്. എന്റെ കരാറ് ബാലുശ്ശേരി അവിടെ പറഞ്ഞത് എന്തോ അതിനുള്ള തെളിവ് ഞാൻ കാണിച്ചു തരുന്നാ പറഞ്ഞത്. അതിനുള്ള തെളിവ് ഞാൻ കാണിച്ചു തരാം. ആ ചെക്കൻ പറഞ്ഞ പാട്ടുണ്ടല്ലോ, ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. അലമാകെ പോറ്റിടും അർശിന്റെ നാഥനായിടും മാലിക്കുൽ മുൽക്കായ മുൽക്കേ ശൈഖനാ മടവൂർ വലി. പാപികൾക്കത്താണിയായി കരുണയായി കാരുണ്യമായി കുല്ലിനും അസ്ലായ നൂറേ ശൈഖനാ മടവൂർ വലി. രോഗികൾക്കാശ്വാസമേകും അശരണർക്കാലംബമായി സിറിനും സിറായ സിറേ ശൈഖനാ മടവൂർ വലി. അപ്പൊ പാട്ട് കേട്ടല്ലോ. ഇനി ആ പാട്ടിനെ കുറിച്ച് ആരിസ് മദനി പറയട്ടെ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാന്തപുര ഉസ്താദിന്റെ ശിഷ്യന്മാര് പോലും, പ്രത്യേകിച്ച് പേരോട് ഉസ്താദിനെ പോലെയൊക്കെയുള്ള വലിയ പണ്ഡിതന്മാര് വരെ ആ ചെക്കൻ ആ പാടിയത് തെറ്റാണ്, കുഫറിന്റെ പാട്ടാണ് എന്നൊക്കെ പ്രസംഗിച്ചത് ധാരാളം നമുക്ക് കിട്ടും. അപ്പോ കാന്തപുരം അടക്കമുള്ള മുസ്ലിയാക്കന്മാർ ഈ പറയുന്ന പാട്ട് കുഫറാണ് എന്നൊക്കെ വാദിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഒക്കെ സംസാരിച്ച വീഡിയോ കിട്ടും നമുക്ക്. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി സംസാരിക്കുന്ന ഈ കുഫറാണെന്ന് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, കുഫറാണ് എന്ന് പറഞ്ഞത് അടിവരയിട്ട് വെക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് ചിലതൊക്കെ കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. ആദ്യം നമുക്ക് ഇതിനെക്കുറിച്ച് ഇപ്പം മുസ്ലിയാർ പറഞ്ഞ ആ ഒരു തെളിവുണ്ടല്ലോ, ആ തെളിവ് നമുക്ക് തന്നെ പ്ലേ ചെയ്യാം. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറയട്ടെ. ഇതേതാ ജാതി? മഹാനവറുകൾ പറയാണ്, ഇത് അള്ളാഹുവും സൃഷ്ടിയും ഒന്ന് തന്നെയാണെന്ന് വാദിക്കുന്ന കക്ഷികളാണ്. എല്ലാം ഒന്ന് തന്നെയാണ്, അതാണ് കക്ഷി. അത്തരം കക്ഷികളുടെ വാദാണ്
എന്താണ് മാലിക്കുൽ മുലൂക്കും അർശിന്റെ അധിപനും അള്ളയൊക്കെ മടവൂരാണ് എന്നുള്ള വാദം. ഇത് ശരിയായ കുഫറാണ്. ഈ കുഫർ പച്ചയായി പ്രചരിപ്പിക്കുമ്പോ അതിനെതിരെ സംസാരിക്കാൻ പലപ്പോഴും പല മുസ്ലിംമാരും തയ്യാറാകുന്നില്ല. ഞാൻ വേദന പറയാം. അപ്പോ കേട്ടില്ലേ, അത് കുഫറാണ്. മനസ്സിലായി? ഈ പറയുന്ന പാട്ടിൽ വരുന്ന വരികളൊക്കെ കുഫറാണ് എന്ന് പറഞ്ഞു. പക്ഷേ മുസ്ലിയാക്കന്മാർ, ആരിസ് മദനി, മുസ്ലിയാക്കന്മാരൊന്നും തയ്യാറാകുന്നില്ല എന്ന്. അപ്പോൾ എവിടെയും എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഇല്ലേ? മുസ്ലിയാക്കന്മാർ തയ്യാറാകുന്ന മൂപ്പർക്ക് വല്ലാത്ത സങ്കടമാണ്. ആയിരിക്കും നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് വല്ലാത്ത സങ്കടമാണ്. ഒത്തിരി സങ്കടമുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ പറയാവോ എന്ന രീതിയിൽ ചില മുസ്ലിയാക്കന്മാർക്ക് ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ടാണല്ലോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കെതിരെ ഉള്ളിൽ നിന്ന് തന്നെ പല ആളുകളും രംഗത്ത് വരുന്നത്. ഒത്തിരി സങ്കടമുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ പറയാവോ? കുഫറാണ് എന്നാ പറഞ്ഞത്, കുഫറാണ് എന്നാ പറഞ്ഞത്. ഇനി നമുക്ക് നിങ്ങളുടെ പഴയ ചങ്ങാതി ഉണ്ടല്ലോ, ഇപ്പൊ കുരുവട്ടൂർ മഷായിഖന്മാരുടെ കൂട്ടത്തിലെ കേമൻ നൗഷാദ് ഹസനി. നൗഷാദ് ഹസനി തന്നെ ക്ലിപ്പിടും കൊള്ളുമ്പോ മുസ്ലിയാർക്ക് വല്ലാത്ത ബേജാറാണ്. നൗഷാദ് ഹസനി തന്നെ പറയണം. കാരണം നിങ്ങളുടെ കൂട്ടത്തിലുള്ള കൂടെ കിടന്നവനെയാണ് രാപ്പനി അറിയുക എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളെ ഇതിനെ ചോദ്യം ചെയ്യുമ്പോൾ അതാണല്ലോ അതിന് കൂടുതൽ പവർ. അലവി സഖാഫിന്റെ ക്ലിപ്പ് ഇട്ടിട്ട് ഇതേ കാര്യം, ഇതേ ഇപ്പൊ കുഫറാണ് എന്ന് പറഞ്ഞല്ലോ, പല മുസ്ലിയാക്കന്മാരും രംഗത്ത് വരുന്നില്ല എന്ന് പറഞ്ഞല്ലോ, ഒത്തിരി സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതേ കാര്യം ഇത് ഈ പറയപ്പെട്ട കുഫറാണെന്ന് പറഞ്ഞ അതേ കാര്യം നിങ്ങളുടെ അലവി സഖാഫി പാടി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇത് പുതിയ പാട്ടാണെങ്കിൽ അത് പഴയ പാട്ടാണ് കേട്ടോ. അത് നൗഷാദ് ഹസനി പറഞ്ഞു തരും. നിങ്ങളുടെ എല്ലാമായിരുന്നു, കാന്തപുരത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ അങ്ങേത്തല മുതൽ ഇങ്ങേത്തല വരെ പ്രഭാഷണം നടത്തിയ ആളാണ്. മനസ്സിലായല്ലോ? നിങ്ങളുടെ നിറസാന്നിധ്യമായിരുന്നു, എല്ലാമായിരുന്നു. പിന്നെ അതിന്റെ ഉള്ളിലുള്ള പിണക്കം എന്തിന്റെ പേരിലാണ് എന്നൊക്കെ നൗഷാദ് ആദ്യകാലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആദർശപരമായി തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ പഴയ ആദർശം വെച്ച് പുലർത്തുന്ന ആളാണ് നൗഷാദ് ഹസനി. പഴയ ആദർശം, അതായത് ഒറിജിനൽ സമസ്തക്കാരൻ എന്ന് അവകാശപ്പെടാൻ ഇപ്പോൾ കേരളത്തിൽ കുറച്ചും കൂടി അർഹതയുള്ളത് നൗഷാദ് ഹസനിക്കാണ്. ബാക്കിയുള്ളതൊക്കെ പല വിഷയങ്ങളിലും പല കോലത്തിലായി മാറിയിട്ടുണ്ട്. അന്ന് പറഞ്ഞതല്ല, 100-ാം വാർഷികമൊക്കെ ആഘോഷിക്കാൻ പോയല്ലേ ഇന്ന്. അന്ന് പറഞ്ഞൊന്നല്ല ഇന്ന് പറയുന്നത്. പലതും മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിന്റെ തെളിവും ചോദിച്ചു വരികയാണെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ്. മനസ്സിലായി? അതിനും ഞങ്ങൾ തയ്യാറാണ്. ആരിസ് മദനി മറന്നുപോയിട്ടുണ്ടെങ്കിൽ അലവി സഖാഫി എന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതാണ്. അലവി സഖാഫി അതൊന്ന് പറഞ്ഞോട്ടെ, പാട്ടൊന്ന് ഓർമ്മപ്പെടുത്തി കൊടുത്തോട്ടെ, നേരത്തെയുള്ള പാട്ട് നമുക്ക് കാണാം. ജീലാനിയുടെ മാലയിൽ മറ്റൊരു കാര്യമാണ് ഉപരിലോകങ്ങളിലൂടെയുള്ള പര്യടനം. മാലെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം, ഉപരിലോകത്ത് ഷെയ്ഖ് ജിലാനി ഇവിടെ ഒന്നല്ല ഇരിക്കുന്നത്, ഇവിടെയാണെങ്കിലും ഞാൻ ലോഹുൽ മഹ്ഫൂദിലും അർശിലും കുർസിയിലും അവിടൊക്കെ ഞാൻ പര്യടനം നടത്തി എന്ന വിധത്തിൽ ഷെയ്ഖ് ജിലാനി പറയുന്നത് നമുക്ക് മാലയിൽ കാണാം. മുഹ്യിദ്ദീൻ മാലയിൽ പറയുന്നു, ഇരുന്നായിരുഫിന്നേൾ ആകാശം കണ്ടോവർ ഏറും മലകൂത്തിൽ രാജാളി എന്നോവർ എല്ലായിലും മേലെ അർശിങ്കൽ ചെന്നോവർ എന്റെ കണ്ണെപ്പോഴും ലൗഹിലതെന്നോവർ. അപ്പൊ ഇനി പേരോട് ഇതിനെക്കുറിച്ചുള്ള നിലപാടൊന്ന് പറയണം. അടുത്ത പ്രശ്നം, ഇപ്പൊ 2-3 പ്രസംഗങ്ങളിലായല്ലോ ഈ മാലിക്കുൽ മുലൂക്കിന്റെ വിഷയം അർശിന്റെ അധിപനൊക്കെ എടുത്തിടുന്നു. ഇതിൽ കൃത്യമായി പറയുന്ന ആലമുൽ മലക്കൂത്തിൽ രാജാളിയാണവർ, അർശിങ്കൽ ചെന്നോവർ. ഇനി അത് പറയാനുള്ള കാരണം അലവി സഖാഫി വിശദീകരിക്കുന്നുണ്ട്. ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല, അത് കൃത്യമായി മുഹയ്യദ്ദീൻ ഷെയ്ഖ് പാടിയതാണ് എന്നും അയാൾ പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് കേൾപ്പിക്കും. മാലയിൽ ഇത് വെറുതെ പറഞ്ഞതല്ല, അവർ ചൊന്ന ബൈത്തെന്നും ബഹ്ജാ കിതാബെന്നും അങ്ങീനെ തക്മീല തന്നിന്നും കണ്ടോവർ. തന്റെ ഫുതൂഹുൽ ഗൈബ് എന്ന ഈ ഗ്രന്ഥത്തിലുള്ള വരികൾ നമുക്ക് കാണാൻ കഴിയും. ഷെയ്ഖ് ജീലാനി തന്നെ പറയുന്നത് നോക്കൂ നിങ്ങൾ, നളർതു ഇലൽ മഹ്ഫൂളി വൽ അർശി നളറതൻ ഫലാഹത് ലിയൽ അൻവാറു വറബ്ബു അഅ്താനി വശാഹദ്തു മാ ഫൗക സമാവാതി കുല്ലിഹാ കദൽ അർശു വൽ കുർസിയു ഫീ ത്വയ്യി ഖബ്ളതി. അലവി സഖാഫി ഈ പാടിയ പാട്ട്, അതിനെക്കുറിച്ചുള്ള നിലപാട് പറയണം. അലവി സഖാഫി ഈ പാടിയ പാട്ട്
കുഫറാണോ ഷിർക്കാണോ എന്തായാലും പറയുന്നത് കദൽ അർശു വൽ കുർസിയു, അർശും കുർസിയുമൊക്കെ എൻ്റെ അധികാരത്തിലാണ്. അതന്നെയല്ലേ അർശിന്റെ അധിപൻ എന്ന് പറഞ്ഞേ. ഒകുല്ലു മുലൂക്കിൽ ആലമീന റഈയത്തി, ലോകത്തുള്ള രാജാക്കന്മാരൊക്കെ എൻ്റെ പ്രജകളാണ്. അതല്ലേ മാലിക്കുൽ മുലൂക്ക്. അപ്പൊ അത് പേരോടൊന്ന് വിശദീകരിക്കണം. മിനിയാന്നും അത് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീണ്ടും ചോദിക്കേണ്ടി വന്നത്. നമ്മളെക്കാളും നന്നായി ആർക്കറിയാം? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നൗഷാദിനറിയാം. കാരണം നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായവനാണ്. അവൻ തന്നെയാണ് ഇതൊക്കെ ചോദിക്കുന്നത്. ഒന്ന് മറുപടി പറയാൻ വേണ്ടി പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിനോട് ഒന്ന് പറ. അലവി സക്കാഫി പാടിയതൊക്കെ, അലവി സക്കാഫി എന്തായാലും പുറത്തല്ലല്ലോ. അപ്പൊ ഒന്ന് മറുപടിയൊക്കെ ഒന്ന് പറയാൻ വേണ്ടി പറ, ഞങ്ങൾക്കൊന്ന് കേൾക്കട്ടെ. ഇനി നമുക്ക് ആരിസ് മദനി ഏതായാലും ഒരു വഴിക്ക് വന്നതല്ലേ, നിങ്ങൾക്ക് ഞാനൊരു തെളിവ് കൂടി കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചല്ലോ. ആ സംസാരിച്ചതിനേക്കാളും കുറച്ചും കൂടി കടന്ന ഒരു കാര്യം വേറെ ആരുമില്ല, നിങ്ങളെ തന്നെ ആൾക്കാർ. ഒന്ന് കുഞ്ഞിക്കോയ തങ്ങൾ, മറ്റൊന്ന് ഖലീലുൽ ബുഖാരി, സഹീൽ ബുഖാരി അല്ല ഖലീൽ ബുഖാരി. ഇവര് തമ്മിലുള്ള കൂടിക്കാഴ്ച എന്ന രീതിയിൽ എഴുതിയ ഒരു പുസ്തകമാണ്. ആ പുസ്തകമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. എന്താണ് ആ പുസ്തകത്തിന്റെ പേര്? മഅദിൻ എൻകൗമിയ, പ്രകീർത്തന പുണ്യങ്ങളുടെ മറവിൽ. നിങ്ങളുടെ ഷെയ്ഖുമാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്? സുന്നത്ത് ജമാഅത്തിന്റെ വിഷയം വന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് ആരും കരുതേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ഭീഷണി സ്വരത്തിൽ തന്നെയാണ് നമ്മുടെ പുസ്തകമുള്ളത്. കൂടിക്കാഴ്ചയാണ്. അതിന്റെ 8ാമത്തെ പേജിൽ പറയുന്നുണ്ട് എൻ്റെ ഹാരിസ് മദനി എന്താണ് പറയുന്നത്? വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വാതിലിന് മുമ്പിൽ മണിക്കൂറുകളോളം രാഷ്ട്രീയ തമ്പുരാക്കന്മാർ കാത്തുനിന്നിരുന്ന ആ ഒരു പ്രതാപകാലമാണ് ഇപ്പോൾ തിരിച്ചു പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ് പറയുന്നത്? പണ്ഡിതരുടെ കഥകിന് മുമ്പിൽ കാത്തു നിൽക്കേണ്ടവരാണ് രാഷ്ട്രീയക്കാർ, അല്ലാതെ രാഷ്ട്രീയക്കാരുടെ തീരുമാനമനുസരിച്ച് ദീൻ വ്യാഖ്യാനിക്കേണ്ടവരല്ല പണ്ഡിതന്മാർ. ഭക്തന്മാരായ പണ്ഡിതന്മാരെ അല്ലാഹു തആല വരെ ഭയപ്പെടുന്നു. ഭക്തന്മാരായ പണ്ഡിതന്മാരെ അല്ലാഹു തആല വരെ ഭയപ്പെടുന്നു. പിന്നെയാണോ രാഷ്ട്രീയക്കാർ? നേരത്തെ പല വിഷയങ്ങൾക്കും കുഫറാണ് എന്നും മറ്റുള്ളതും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അള്ളാഹുമായി ലയിച്ച കഥകളൊക്കെ നമ്മൾ കേട്ടതാണ്. പിന്നെ മലക്കുകൾ പേടിച്ച കഥകളും മലക്കുകൾക്ക് പേടിയാണ് എന്ന് പറഞ്ഞ കഥകൾ, അതിൻ്റെയൊക്കെ മുകളിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിൻ്റെയും മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. മഹാന്മാരെ പേടിയാണ്. ആർക്ക് പേടി? രാഷ്ട്രീയക്കാർക്കാണോ? സൂര്യനെയും ചന്ദ്രനെയും പ്രഭചൊരിയുന്ന പരകോടി നക്ഷത്രങ്ങളെ അടക്കം പരമാണു മുതൽ സർവ്വതിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും സൃഷ്ടിച്ച സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് പേടിയാണ്. ആരെ ആരിസ് മദനി? ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള, ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങളെ പോലെയുള്ള ആളുകളെയൊക്കെ പേടിയാണ്. ആർക്ക്? റഹ്മാനായ റബ്ബിന്, മാലിക്കുൽ മുലൂക്കായ റബ്ബിന്, ലോകരക്ഷിതാവായ അള്ളാഹുവിന് പേടിയാണ് എന്ന് ഉളുപ്പില്ലാതെ എഴുതി വെച്ചിട്ടുണ്ട്. ആര്? കാന്തപുരം സമസ്തയിലെ പുരോഹിത വർഗം. എന്തു പറയും ഹാരിസ് മദനി നിങ്ങൾക്ക് എല്ലാറ്റിനും തെളിവ് കിട്ടിയില്ലേ? നിങ്ങൾ ചോദിച്ചതിനും ചോദിക്കാത്തതിനും ഞാൻ തെളിവ് തന്നല്ലോ. തൃപ്തിയായല്ലോ നിങ്ങൾക്ക്? ഇനി എന്തെങ്കിലും ഞൊണ്ടി ന്യായം പറഞ്ഞ് നിങ്ങൾ വരും എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. എല്ലാറ്റിനും മെഴുകുക എന്നതാണല്ലോ നിങ്ങളുടെയൊക്കെ തൊഴിൽ. ഇനി നിങ്ങൾ മെഴുകിക്കൊണ്ട് ഇങ്ങോട്ട് പോകും. ഇങ്ങനെ പച്ച നുണ പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ മേൽ അവർക്കില്ലാത്ത വിശ്വാസം അടിച്ചേൽപ്പിച്ച് ഏതെങ്കിലുമൊക്കെ കള്ളത്തൊരീക്കത്തുകാരും പിഴച്ച സൂഫികളുമൊക്കെ പറയുന്നതും മുഴുവനും സുന്നികളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ബാലുശ്ശേരി നടത്തിയ ഒരു കാളകൂട പ്രസംഗം, അതിനെ ന്യായീകരിക്കാനും വെളുപ്പിക്കാനുമാണ് ഈ പയ്യൻ വന്നത്. ആണോ? നിങ്ങൾ ഇപ്പോൾ കേട്ടതൊക്കെ എന്താണ് ഹാരിസ് ഉസ്താദി? നിങ്ങൾ എന്തൊക്കെയാണ് കേട്ടത്? എന്തൊക്കെയാണ് വായിച്ചത്? ഇതൊക്കെ വെറുതെ എന്തെങ്കിലും പറഞ്ഞതാണോ? തെളിവുകളല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ ഹാരിസ് ഉസ്താദെ? ഉളുപ്പില്ലേ? ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഇത്രയും തെളിവുകൾ വെച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ സംസാരം നടത്തിയിട്ട് അതിൽ നിന്നും ഒന്നും തന്നെ തൊടാതെ കുറച്ച് ചോദ്യങ്ങളുമായി വന്ന് ഇവിടെ ആളായ്മത്ര നടത്തണമെങ്കിൽ അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. അതാണ്, അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. എത്ര വ്യക്തമായി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും തൊടാതെ 3 ചോദ്യമായിട്ട് വന്നിരിക്കുക. അതുപോലെ ആനക്കാര്യം പോലത്തെ ചോദ്യം ഇപ്പൊ നല്ലോണം കിട്ടിയില്ലേ? നിങ്ങൾ ഏതായാലും ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് നിങ്ങൾക്ക് വളരെയധികം നന്ദി ഞാൻ അറിയിക്കുകയാണ്. എന്നിട്ടോ ഇയാള് പറയുന്നത് അങ്ങനെ ബാലുശ്ശേരി പറയാനുള്ളതിൻ്റെ കാരണമായ ചില തെളിവുകൾ
അയാൾ കേൾപ്പിക്കുന്നുണ്ട്. ഇവിടെ മഹാന്മാരെ കുറിച്ചൊക്കെ എന്തൊക്കെയാണ് ഇവർ പറഞ്ഞു വെച്ചിട്ടുള്ളത്? ഇവരുടെ സുലൈമാൻ മുസ്ലിയാർ പറയുന്ന ഒരു വാദമുണ്ട്. എന്താണ്? മുഹമ്മദ് നബിയെ അള്ളാഹുവായി ഒക്കെ തോന്നിപ്പോകുന്നു എന്ന്. അത് അതിർകവിച്ചലല്ലേ? കുഫറൻ വിശ്വാസമല്ലേ? അതിർകവിച്ചലല്ല എന്ന് ഈ പറയുന്ന സുഹരി ഉസ്താദിന് വാദമുണ്ടോ? നമുക്ക് നൗഷാദ് ഹസനി തന്നെ ക്ലിപ്പിട്ടുകൊണ്ട് ആ വിഷയം സംസാരിക്കുന്ന ഭാഗം കാണാം. പറ്റിയ കൂട്ടാൻ നൗഷാദിനെ, കുരുവട്ടൂര് നൗഷാദിനെ കൂട്ടുപിടിച്ചിട്ടാണ് ഇപ്പൊ സകല വഹാബികളും അവരുടെ ആശയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ വലിയ പ്രയാസം എന്ന് പറയുന്നത് നൗഷാദ് തന്നെയാണ്. കാരണം ഇവരുടെ കൂടെയുണ്ടായ ആള്, എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. ഇവരുടെ അതേ ആദർശക്കാരനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മോശക്കാരനാണ്. കാരണം ഇവർക്കെതിരെ തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇവരുടെ അനക്കവും തിരിച്ചലും അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുരുവട്ടൂർ ഷെയ്ഖാണ്, ഒറിജിനൽ കുബൂരിയാണ്, ഒറിജിനൽ ഖുറാഫിയാണ്, ഒറിജിനൽ സമസ്തക്കാരനാണ്. ആ സമസ്തക്കാരൻ ഈ സമസ്തക്കാരനെന്ന അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾ പറയുന്ന പല കാര്യങ്ങളും, പുതിയതായി പറയുന്ന പല വാദങ്ങളും അവർ ചോദ്യം ചെയ്യുകയാണ്. അവർ വഹാബിസത്തിലേക്ക് ചേർത്ത് പറയുകയാണ്. നൗഷാദ് ഹസനി പറയുന്നുണ്ട്, ഇപ്പോ ഇയാളിവിടെ പറയുന്നുണ്ട് വഹാബികളുമായി ചേർന്ന് എന്നൊക്കെ, വഹാബികളുമായി ഒത്തുകളിയുണ്ട് എന്ന രൂപത്തിൽ തന്നെ അദ്ദേഹവും പറയുന്നുണ്ട്. നൗഷാദിന്റെ ക്ലിപ്പൊക്കെ കൊണ്ടുവരുമ്പോൾ ഇവർക്ക് ഭയങ്കര പ്രയാസമാണ്. ആ പ്രയാസത്തിൽ നിന്നുള്ള ഒരു ആശ്വാസമായിട്ടാണ് ഈ ഡയലോഗൊക്കെ പൊട്ടിക്കുന്നത്. അതേപോലെ അദ്ദേഹവും തിരിച്ചടിക്കുന്നുണ്ട്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത് വഹാബി എന്നാണ്, വഹാബി ചാരൻ എന്നാണ്, വഹാബികളുമായി ടയ്യപ്പായിക്കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ സുന്നികളെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നൗഷാദിന്റെ ക്ലിപ്പൊക്കെ ഈ ചെക്കൻ കാണിക്കുന്നുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. സുലൈമാൻ ഉസ്താദ് എന്താ പറഞ്ഞറിയോ? കണ്ടാൽ അല്ലാഹുവാണെന്ന് തോന്നും. അങ്ങനെ പറഞ്ഞാലോ അത് കുഫറിന്റെ വാചകമാണ് എന്നാണ് നിങ്ങളെ പ്രഭാഷകർ മുഴുവനും പറഞ്ഞത്. ഞങ്ങളതിലില്ല. നിങ്ങൾ എന്നെ രണ്ടും പ്രസിഡന്റും നിങ്ങളും തമ്മിലുള്ള ആദർശ പൊരുത്തം ധൈര്യമുള്ളവരുണ്ടെങ്കിൽ മറുപടി പറയട്ടെ. ധൈര്യമുണ്ടെങ്കിലൊന്നും മറുപടി പറഞ്ഞു കൊടുക്ക്. നമുക്ക് ഗാലറിയിൽ നിന്നൊക്കെ കാണാലോ. നിങ്ങൾ സമസ്തക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതൊക്കെ നമ്മൾ ഇന്ന് ഇരുന്ന് കാണട്ടെ. കുഫറാണ് എന്നാണല്ലോ വാദിച്ചത്. അതിനെക്കുറിച്ചാണല്ലോ നിങ്ങളുടെ മുസ്ലിയാരുടെ ക്ലിപ്പ് ഇട്ടത്. ഇനി ആ മുസ്ലിയാരുടെ ക്ലിപ്പിൽ നൗഷാദ് തട്ടിപ്പാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ക്ലിപ്പ് കാണിക്കുന്നത്. ആ ക്ലിപ്പ് കാണിക്കുന്നതൊക്കെ നമുക്കൊന്ന് കാണാം. വെച്ചു കൊടുക്ക്, രണ്ടും കൂടി കണ്ടോട്ടെ. വൽപ്പത്തേനം ഇങ്ങനെ കാണുമ്പോ അന്നേനെ തോന്നിപ്പോവും. വൽപ്പത്തേനം ഇങ്ങനെ കാണുമ്പോ അന്നേനെ തോന്നിപ്പോവും. ആരും അതിരുകവിയാൻ പാടില്ല. ഏത് അത്ഭുതം കണ്ടാലും അതേ പടച്ചവനാണ് എന്ന് പറയാനോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല. വൽപ്പത്തേനം ഇങ്ങനെ കാണുമ്പോ അന്നേനെ തോന്നിപ്പോവും. അതബദ്ധമാണ്, അത് പറയാൻ പാടില്ല. മുഅ്മിന്റെ വായിൽ നിന്ന് അത് വരാൻ പാടില്ല. ആ വലിയന്റെ അത്ഭുതങ്ങൾ കണ്ട അള്ളയാണെന്ന് അങ്ങ് തോന്നിപ്പോകും എന്ന് ഒരാലിമ പ്രസംഗിക്കാൻ പാടില്ല. വൽപ്പത്തേനം ഇങ്ങനെ കാണുമ്പോ അന്നേനെ തോന്നിപ്പോവും. ഇത് അള്ളാഹുവാണോ തോന്നിപ്പോകും എന്നൊരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഞാൻ ആ ക്ലിപ്പ് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു വിവരമുള്ള ഒരു പണ്ഡിതനാണ്. എന്റെ അപ്പൊ നോക്ക്, നിങ്ങള് പ്രസിഡന്റും വരും തമ്മിൽ എന്ത് ബന്ധമുള്ളത് കേട്ടില്ലേ? ഇവരുടെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇതേ കാര്യം UK മജീദ് മുസ്ലിയാർ CM അടവൂരിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവന്റേത് തന്നെയാണ്, പടച്ചവൻ തന്നെയാണോ എന്ന് തോന്നിപ്പോന്ന അത്രയും. കേട്ടില്ലേ സഹോദരങ്ങളെ? കേട്ടു. നൗഷാദ് കേൾപ്പിച്ചതും കേട്ടു, മജീദ് മൗലിയാർ പറഞ്ഞതും കേട്ടു. ഇതിൽ രസം എന്താണെന്നറിയോ? ഒരാള് നിബിതങ്ങളെയോ അല്ലെങ്കിൽ വേറെ ആരെയോ കണ്ടാൽ അള്ളാഹുവാണെന്ന് തോന്നിപ്പോകുമെന്ന് പറയുന്നത് ശരിയല്ല എന്ന് സുന്നി ഉലമാക്കൾ തിരുത്തി കൊടുക്കുന്നതും അതിനകത്തുണ്ട്. അപ്പൊ പിന്നെ നമ്മുടെ നിലപാട് അതല്ല എന്ന് വ്യക്തമാണ്. UK മജീദ് മുസ്ലിയാർ ആരുടെ കൂട്ടത്തിലുള്ള? ഇവിടെ വിഷയം എന്താണ്? നമ്മൾ നിങ്ങളുടെ ആളുകളുടെ ക്ലിപ്പ് തന്നെ കാണിച്ചുകൊണ്ട് നിങ്ങളുടെ പല വിഷയങ്ങളിലും അതിരുകവിച്ചൽ നടന്നിട്ടുണ്ട്, അതിവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി നിങ്ങളുടെ ആളുകൾ തന്നെ അതിനെ എതിർക്കുന്നു. ആ എതിർക്കുന്ന ക്ലിപ്പുകൾ ആരെ? നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആള്. UK മജീദ് മുസ്ലിയാർ പുറത്തില്ലല്ലോ. ഇത് നിങ്ങളുടെ പ്രസിഡന്റ് സുലൈമാൻ മുസ്ലിയാർ, അദ്ദേഹം പുറത്തില്ലതല്ലോ. സുലൈമാൻ മുസ്ലിയാർ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് മൂപ്പർ പിന്നെ ഒരു ഉഡായിപ്പ് നടത്തുന്നത്. നമുക്ക് അതിലേക്ക് വരാം. ഇവരൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണല്ലോ, അതല്ലാതെ പുറത്തില്ല ആളെന്നല്ലോ. മുജാഹിദുകൾ പറയുമ്പോൾ മുജാഹിദിന്റെ വക പറയുന്നു. മുജാഹിദുകൾ പറയുമ്പോൾ അവർക്ക് ദീൻ തിരിയാത്തോണ്ട് പറയുന്നു. മുജാഹിദുകൾ പറയുമ്പോൾ കിതാബിൽ തിരിമറി നടത്തി പറയുന്നു. നിങ്ങൾ പറയുമ്പോഴോ ഹാരിസ് ഉസ്താദെ, നിങ്ങളെപ്പോലെയുള്ള പുരോഹിതന്മാർ തന്നെ ഇതിനെതിരെ സംസാരിക്കുമ്പോൾ അതിന് നിങ്ങൾ എന്ത് പറയും? കിതാബ് തിരിഞ്ഞില്ല എന്നാണോ പറയുക? അതിനാ ഞങ്ങൾ കൊണ്ടുവരുന്നത്.
ഒരുപാട് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട്. ആരിസ് ഉസ്താദെ, അതിന്റെ ബേജാറിൽ നിന്ന് തന്നെയാണ് നിങ്ങളെ ഉന്തിത്തള്ളി എനക്ക് മറുപടിയായി, ഇല്ലെങ്കിൽ ഈ സാധാരണക്കാരെ എനക്ക് മറുപടി വരാൻ നിങ്ങൾ വരൂലല്ലോ, ഉന്തിത്തള്ളി നിങ്ങളെ പല ആളുകളും വിട്ടത്. ഈ റമീല് ഒന്നുകൂടി പേരോട് ഉസ്താദിന്റെ പ്രസംഗം വ്യക്തമായി കേൾപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇയാൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഇയാൾ തന്നെ മറുപടി പറയുന്ന കോലത്തിലാണ്. കൂട്ട് നൗഷാദിൻ്റെതല്ലേ, നൗഷാദ് അങ്ങനെയാണല്ലോ, രാവിലെ പറഞ്ഞതിന് വൈകുന്നേരം മറുപടി പറയും. അയാളോടൊക്കെ കൂട്ടുകൂടിയാൽ റമീലെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകും. ആരിസ് മദനി, നിങ്ങളുടെ ബഹുമാനം നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ഇതിന് ആ രീതിയിൽ മറുപടി പറയാത്തത്, അറിയാഞ്ഞിട്ടൊന്നുമല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളുടെ ആളുകൾ ക്ലിപ്പ് കൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, അതെങ്കിലും കേട്ടിട്ട് നിങ്ങളുടെ ആളുകൾക്ക് ബോധ്യപ്പെട്ടോട്ടെ. അതായത് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ ഇതിനൊക്കെ എതിർക്കുന്നുണ്ട്, ഇത് അതിവാദമാണ്, ഇങ്ങനെ കുറെ വാദങ്ങൾ സമസ്ത കൂടാരത്തിനുള്ളിലുണ്ട്. ആ വാദങ്ങളൊക്കെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി എതിർക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. അങ്ങനെ ആ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഇതിനെ എതിർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഉള്ളതാണ്. ഞങ്ങളുടെ വക നിങ്ങളുടെ പേരിൽ വെച്ച് കിട്ടുന്നതല്ല, ഞങ്ങൾ കളവ് പറയുന്നതല്ല, ഞങ്ങൾ കബളിപ്പിക്കുന്നതല്ല. നിങ്ങളുടെ ആളുകൾ തന്നെ ഇതാ ചില ആളുകളൊക്കെ വന്നുകൊണ്ട് എതിർക്കുന്നുണ്ട്. എല്ലാവരും എതിർക്കുന്നില്ലല്ലോ. അതാണല്ലോ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി നേരത്തെ പറഞ്ഞത്. ഭയങ്കര സങ്കടം ഉണ്ട് കിട്ടോ എന്നൊക്കെ. മുസ്ലിയാക്കന്മാർ അങ്ങനെ വരുന്നില്ല, എല്ലാ മുസ്ലിയാക്കന്മാരും വരുന്നില്ല. പറഞ്ഞ് കാന്തപുരം വരെ നിങ്ങൾ തെളിവ് ചോദിച്ചാൽ ഞാൻ കാണിച്ചു, ഇപ്പൊ കാണിക്കുന്നില്ല. കാന്തപുരം വരെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിക്കെതിരെ സംസാരിച്ചിട്ടില്ലേ? പകര ബാപ്പൂട്ടി മുസ്ലിയാര് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ലേ? പകര ബാപ്പൂട്ടി മുസ്ലിയാർ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിക്കെതിരെ സംസാരിച്ചിട്ടില്ലേ? ഇല്ലേ? അതുപോലെ പല ആൾക്കാരും സംസാരിച്ചിട്ടില്ലേ? ആരിസ് മദനി, തെളിവ് വേണോ? ചോദിച്ചോ, കാണിച്ചു തരാം. നിങ്ങളിങ്ങനെ ഒരു അവസരം ഒരുക്കിത്ത ഞങ്ങൾക്കൊക്കെ പറയാൻ വേണ്ടി നിങ്ങൾ തെളിവ് കാണിച്ചു തരാം. പിന്നെ സ്വാഭാവികമായിട്ടും ചോദിച്ചേക്കാം, നിങ്ങളുടെ നേതാവല്ലേ റഈസുൽ ഉലമ എന്ന് നിങ്ങൾ വിളിക്കുന്ന സുലൈമാൻ ഉസ്താദ്? ഉസ്താദ് അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ എങ്ങനെയാണ് ശരിയാകുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും റമീല് ചോദിച്ചേക്കാം. റമീലെ, ഈ നൗഷാദിന്റെ ഒക്കെ കൂടെ കൂടിയാൽ ഇങ്ങനെയുള്ള വെട്ടിപ്പുകളിലും തട്ടിപ്പുകളിലും വീണുപോകും. നിങ്ങളൊന്ന് ചിന്തിക്ക്. സുലൈമാൻ ഉസ്താദ് പറഞ്ഞ ഭാഗത്ത് നിന്ന് ഒരു 5-8 സെക്കൻഡ് ഭാഗമുള്ള ഒരു കാര്യം അത് കട്ട് ചെയ്ത് മുറിച്ചെടുത്തിട്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. റസൂലുള്ളാഹിനെ മനസ്സിലാക്കുമ്പോൾ റസൂലുള്ളാഹിനോട് മഹബത്തില്ലാതിരിക്കാൻ ഒരു ബുദ്ധിയുള്ള മനുഷ്യന് സാധിക്കൂല. എന്താ നമ്മളെ മാതിരി ഒരാളല്ലേ എന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ, അവർക്ക് ബുദ്ധി ചെയ്യിട്ടാണ്. നമ്മൾ അല്ലാഹു തആല റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ് ഉമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ, മുഹമ്മദ് റസൂൽ മാത്രമാണ്, അല്ലല്ല. റസൂലുള്ളാഹിൻ്റെ വലുപ്പത്തരം ഇങ്ങനെ കാണുമ്പോൾ അല്ലാണ് തോന്നിപ്പോവും. നമ്മൾ അല്ലാഹു തആല ഇത് തക്കീത് ചെയ്ത് പറഞ്ഞു, ഉമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി റസൂൽ മാത്രമാണ്, ഉലൂഹിയ്യത്തില്ല, ഇലാഹ് ഒന്ന് മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ ആൾ ഇലാഹില്ല. അപ്പോൾ റസൂലുള്ളാഹിനെ നമ്മൾ ബഹുമാനിക്കുക, തഅദീം പറഞ്ഞ ഇതെല്ലാം ഇബാദത്തല്ല. ഇവിടെ ക്ലിപ്പ് മുറിച്ചു എന്നാ പറഞ്ഞത്. ആരിസ് മദനി പറയുന്നത് ക്ലിപ്പ് മുറിച്ച് നൗഷാദ് തെറ്റിദ്ധരിപ്പിച്ചു. ഇവിടെ എന്താണ് ഈ മുസ്ലിയാരിയുടെ പറയുന്നത്? നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചല്ലോ. ചില ആളുകൾ പ്രവാചകൻ നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണ മനുഷ്യൻ, അത് വഹാബികൾക്ക് ഇട്ട് കൊട്ടാണ്, സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നുണ്ടല്ലോ, അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ആയത്തൊക്കെ ഓതുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? പ്രവാചകന്റെ ചില പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ അള്ളാഹു ആണെന്നൊക്കെ തോന്നിപ്പോകും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടല്ലോ. ഇനി ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പേ ആരിസ് മദനി ഇനി നടത്തുന്ന ഒരു കരിഞ്ചന്ത, നേരത്തെ നൗഷാദിനെ പറഞ്ഞല്ലോ, നൗഷാദ് ക്ലിപ്പ് മുറിച്ച് തട്ടിപ്പാക്കുന്നു, അതിനേക്കാളും വലിയ തട്ടിപ്പ് ഇയാളുടെ നടത്തുന്നുണ്ട്. അത് നമുക്ക് നിർത്താം. കണ്ടോ, വളരെ വ്യക്തമായി റഈസുൽ ഉലമ പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള അത്ഭുതങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അള്ളയാണെന്നൊക്കെ ചിലർക്ക് തോന്നിപ്പോകും. അള്ളയല്ല, പ്രവാചകരാണ് ആയത്തോതിക്കൊണ്ട് പറയാൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ അത്ഭുതം കാണുമ്പോൾ അള്ളയാണെന്ന് തോന്നിപ്പോകും എന്ന ഒരു വിശ്വാസത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നതാണ്. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഇവിടെ നിങ്ങളുടെ മുസ്ലിയാർ അങ്ങനെയാണ് പറഞ്ഞതെന്ന് തെളിയിക്കാൻ ഇതിന്റെ ബാക്കി കൂടി നിങ്ങൾ ഇടണം. ഇവിടെ എവിടെയെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ ഇവിടെ പറഞ്ഞൊരു പ്രയോഗം, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് അള്ളാഹു ആണെന്നൊക്കെ ചിലർക്ക് തോന്നിപ്പോകും. ചിലർക്ക് എന്ന വാക്ക്, ചിലർക്ക് അങ്ങനെ തോന്നിപ്പോകും എന്ന് പറഞ്ഞത്, അത് നിങ്ങൾ ബോധപൂർവം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ എന്താ വിചാരിച്ചത്? കാരന്തൂർ സർക്കസ് കൂടാത്തിലെ പുരോഹിതന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കളിക്കുന്ന പോലെ കവാത്ത് നാടകം കളിച്ച് പോകാമെന്നോ? ഇത് അഖിലുസുന്നയുടെ മക്കളാ,
നിങ്ങൾ ഇവിടെ കരിഞ്ചന്തയാണ് നടത്തുന്നത്. അദ്ദേഹത്തിന്റെ സംസാരം എന്താണ്? മുഹമ്മദ് റസൂൽ മാത്രമാണ്, അല്ലല്ല. റസൂലിന്റെ വലുപ്പത്തരം ഇങ്ങനെ കാണുമ്പോൾ അല്ലാണ് തോന്നിപ്പോവും. നമ്മൾ അല്ലാഹു തആല ഇത് തക്കീത് ചെയ്ത് പറഞ്ഞു, ഉമാ മുഹമ്മദുനില്ല റസൂലുൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി റസൂൽ മാത്രമാണ്, ഉലൂഹിയ്യത്തില്ല, ഇലാഹ് ഒന്ന് മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ ആൾ ഇലാഹില്ല. അപ്പോൾ റസൂലിനെ നമ്മൾ ബഹുമാനിക്കുക, തഅദീം പറഞ്ഞ ഇതെല്ലാം ഇബാദത്തല്ല. രണ്ടാമത്തെ ഒരു ഇലാഹില്ല. എന്നിട്ടോ റസൂലുള്ളാഹിനെ സ്നേഹിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതല്ലാതെ ഈ പറയുന്ന ആരിസ് മദനി പറഞ്ഞ രൂപത്തിലല്ല അദ്ദേഹം പറയുന്നത്. റസൂലുള്ളാഹിയാണെന്ന് തോന്നിപ്പോകുന്നു. ഇനി അവിടെ നിൽക്കട്ടെ. ഈ പറയുന്ന നിങ്ങളെ പ്രസിഡന്റ് UK മജീദ് മുസ്ലിയാർ പറഞ്ഞു, അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ. UK മജീദ് മുസ്ലിയാർ എന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ലേ? വലിച്ചു പുറത്തെറി. അങ്ങനെയാണെങ്കിൽ മനസ്സിലായില്ല. അങ്ങനെ വലിച്ചു പുറത്തെറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് എണ്ണത്തിനെ വലിച്ചു പുറത്തെറിയേണ്ടി വരും. ആ കോലത്തിലാണല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ കോലത്തിലാണ് എന്ന് ആരിസ് മദനിക്ക് തന്നെ അറിയാമല്ലോ. ആരിസ് മദനി ഉഡായിപ്പും കൊണ്ട് വരരുത്. നിങ്ങളുടെ മുസ്ലിയാർ പറഞ്ഞതും മറ്റേ മുസ്ലിയാർ പറഞ്ഞതൊക്കെ ഇതൊക്കെ കേൾക്കുന്ന അന്നന്തുന്ന ആളുകൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. നിങ്ങളിങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞ് മെഴുകാൻ നിൽക്കുമ്പോൾ കൂടുതൽ വഷളാകുകയുള്ളൂ. ഇതേ കോലത്തിലാണ് ഇയാളുടെ ഈ 1 മണിക്കൂറിനടുത്തുള്ള സംസാരങ്ങളും മുഴുവനും. പല വിഷയങ്ങളും പഴകിപ്പൊളിച്ച പല ആരോപണങ്ങളും അയാൾ പറയുന്നുണ്ട്. ആ പറയുന്നതൊക്കെ ഈ കോലത്തിലാണ്. അപ്പം ഇവരൊക്കെ തട്ടിപ്പുകാരാണ്. ഇതേ തട്ടിപ്പാണ് ഇവരുടെ നേതാവ് മുജാഹിദ് ബാലുശ്ശേരിയും ആ സ്റ്റേജിൽ വെച്ച് പ്രസംഗിച്ചിട്ടുള്ളത്, ആ പ്രസംഗത്തിൽ ഉടനീളം നടത്തിയിട്ടുള്ളത്. അതിനകത്ത് വൃത്തികെട്ട ഒരാരോപണം അത് നടത്തിയപ്പോൾ അൻസാരി സുഹരിക്ക് പ്രതികരിക്കേണ്ടി വന്നതാണ്. ആരിസ് മദനി പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടല്ലോ. ആരിസ് മദനി, നിങ്ങളോട് ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച തെളിവുകളിൽ എന്തെങ്കിലും തരികിട കാണിച്ചിട്ടുണ്ടെങ്കിൽ, തട്ടിപ്പുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ആ പറയപ്പെടുന്ന കാണിച്ച മുസ്ലിയാക്കന്മാരുമായി നിങ്ങൾക്ക് ബന്ധമില്ല എങ്കിൽ, അതായത് സമസ്തയുമായി ഒരു രീതിയിലും ബന്ധമില്ല എങ്കിൽ, ഞാൻ അന്ന് ആ ക്ലിപ്പൊക്കെ കാണിക്കാൻ ഒരു കാരണമുണ്ട്. അത് നിങ്ങൾ സുഹരി മുസ്ലിയാരുടെ സംസാരം ഒന്ന് ശ്രദ്ധാപൂർവം കേൾക്കാൻ. അതിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾ ചോദിക്കുക, അപ്പോൾ ഞാനത് കാണിച്ചു തരാം. നിങ്ങളത് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലിപ്പുകൾ കാണിച്ചുകൊണ്ട് അത് സംസാരിക്കുന്നത്, അതിനൊരു കാരണമുണ്ട്. അത് സുഹരി മുസ്ലിയാരുടെ പ്രഭാഷണം നിങ്ങൾ ഒന്നുകൂടി കേട്ട് കഴിഞ്ഞാൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജയ്ദ് ബാലുശ്ശേരിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കാര്യമാണ് എന്നെക്കൊണ്ട് അത്രയും ക്ലിപ്പുകൾ അവിടെ ഇട്ട് സംസാരിക്കാൻ വേണ്ടി കാരണം. ഇപ്പോൾ നിങ്ങൾ പല ഉഡായിപ്പും ഇവിടെ നടത്തും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും സമയം ഇവിടെയും സംസാരിക്കാൻ വേണ്ടി കാരണം. അപ്പോൾ ആരിസ് മദനി സന്തോഷമായില്ലേ? തെളിവുകളൊക്കെ കിട്ടി ബോധിച്ചല്ലോ. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ഞാൻ ചോദിച്ചതിന് മറുപടി ഉണ്ടെങ്കിൽ പറയാം. ബഹുമാനം, സ്നേഹം ഒക്കെ നിലനിർത്തിക്കൊണ്ടാണ് ആദർശപരമായും തെളിവിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതിന് പുറമെ വ്യക്തിപരമായി നിങ്ങളുടെ എന്ന വ്യക്തി എന്ന രീതിയിൽ ഞാൻ മോശമായി എന്തെങ്കിലും എൻ്റെ സംസാരത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് ഉണർത്തുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.